ആദ്യരായ സഹോദരി സഹോദരന്മാർ, ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങൾ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എല്ലാ കൊല്ലത്തിലും ഇവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് സ്വാമിജി എന്നെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പല വേദിയിലും ഞാൻ സംസാരിക്കുകയും അമൃത ടെലിവിഷനിൽ 7 കൊല്ലം തുടർച്ചയായിട്ട് പറയുകയും ചെയ്യുമ്പോൾ ഗുരുനാഥന്മാർ ഉപദേശിച്ചൊരു കാര്യം ഉണ്ട്. ആ ഗുരുനാഥന്മാർ ഉപദേശിച്ച കാര്യം നമുക്കൊക്കെ ബാധകമാണ്. ഏതൊരു കാര്യം പറയുമ്പോഴും ശ്രോതാവിന് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകണം. വെറുതെ ഒരു കഥ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും അറിയണ കഥ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പ്രയോജനം ഇല്ല. സനാതനധർമ്മത്തിന് പറ്റുന്ന ഒരു അബദ്ധം, അനവധി കൗൺസിലിങ്ങും ആത്മഹത്യകളും കുടുംബജീവിതത്തിൽ ശിഥിലബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം അത് സംഭവിക്കുന്നത് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്കാണ് സംഭവിക്കുന്നത്. കാരണം അവർക്കൊരു ക്ലാസ് കിട്ടുന്നില്ല. ജനിച്ച മുതൽക്ക് മരണം വരെയും നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയും ചന്ദനക്കുറി തൊടുകയും വീട്ടിൽ കർമ്മങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് ജീവിതത്തെക്കുറിച്ചൊരു ക്ലാസ് നമുക്ക് എവിടെയും കിട്ടുന്നില്ല. ജീവിതത്തെക്കുറിച്ചൊരു ക്ലാസ് നമുക്ക് എവിടേക്കും കിട്ടിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിജ്ഞാനം നമുക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മിക്സി വാങ്ങിയാൽ ഒരു ഗൈഡ്, ടെലിവിഷൻ വാങ്ങിയാൽ ഒരു ഗൈഡ്. ജീവിതത്തിനെ കുറിച്ചൊരു ഗൈഡ് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഒരു തെറ്റിദ്ധാരണയും ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കും. എഡ്യൂക്കേറ്റഡ്, ഞാൻ എഡ്യൂക്കേറ്റഡാണ്, മകനും എഡ്യൂക്കേറ്റഡാണ്. അറിവില്ലായ്മയേക്കാൾ അബദ്ധമാണ് എഡ്യൂക്കേറ്റഡ് എന്ന വിചാരം. ഞാൻ കഥ എഴുതുന്ന ആളാണ്. നിത്യജീവിതത്തിലെ നിരീക്ഷണത്തിൽ നിന്നെടുത്ത് കഥയും നോവലും എഴുതുന്ന ആളാണ്. പണ്ഡിതനല്ല. 3-4 ദിവസം മുമ്പേ കണ്ണട കേട് വന്നു. റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. കണ്ണട വാങ്ങാൻ ചെന്നു. ആ കണ്ണട എടുത്ത് തരുന്ന ആള്, ഏതൊരാളെ കിട്ടിയാലും ആ വ്യക്തിയിൽ നിന്നൊരു വിവരം നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാണ്. ആരെ കണ്ടാലും, ബസ് കയറിയാലും ഒരാളെ ഇടിച്ചാലും വഴക്കുണ്ടാക്കിയാലും ഞാൻ കുശലൊക്കെ ചോദിച്ചു, എവിടുന്ന എന്താന്നൊക്കെ ചോദിച്ചു. കണ്ണട ധാരാളം പേര് റിപ്പയറിന് കൊണ്ടുവരാറുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ഈ കണ്ണടകളൊക്കെ കേടുവരാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് താങ്കളോട് തുറന്നു പറയാലോ, കണ്ണട വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ 2 കൈകൊണ്ട് വെക്കുകയും 2 കൈകൊണ്ട് അവിടെ വെക്കുകയും ചെയ്താൽ കണ്ണടയ്ക്ക് ഒരു കേടും പറ്റില്ല എന്ന്. ഞാൻ ഇവരറിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഈ കണ്ട പ്രഭാഷകം നടത്തി 50ഓളം പുസ്തകരചന നടത്തി ഇത്രയും കാര്യങ്ങളെ കഴിഞ്ഞിട്ട് ഈ വിജ്ഞാനം ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നപ്പോഴേ എനിക്ക് കിട്ടിയുള്ളൂ. എന്നിട്ട് പറയാണ്, എല്ലാവരും ഇത് ആരോടും സാറ് പുറത്ത് പറയരുത്, ഇത് പുറത്ത് ജനിച്ചറിഞ്ഞാൽ കണ്ണട റിപ്പയറിങ് ഉണ്ടാവില്ല. ഓരോരുത്തരും ഒറ്റക്കൈ കൊണ്ട് എടുത്തിട്ട് എറിയലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ജന്മം മുഴുവൻ നാം പഠിച്ചിരുന്നാലും വാക്ക് കടിക്കാൻ പറ്റില്ല ഒരു വിജ്ഞാനത്തിൻ്റെ. 24ാമത്തെ വയസ്സിൽ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞു എന്നോട്, കഥയും നോവൽ എഴുതിയിട്ട് ഈ ജന്മം വെറുതെ വേസ്റ്റാക്കണ്ട. മഹത്തായൊരു ജന്മമാണ് കിട്ടിയത്. ഇത് മഹത്തായുള്ളൊരു രാജ്യമാണ്. ഒരു പിടി മണ്ണെടുത്ത് പിഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ ചാറ് വരുന്ന രാജ്യമാണ്. ഇവിടുത്തെ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പർവ്വതത്തിനും ഓരോന്നിനും സൂക്ഷ്മമായിട്ടുള്ളൊരു അർത്ഥതലമുണ്ട്. ഇത് തന്ത്രശാസ്ത്രം പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥമറിയുന്നത്. അത് പലതും ഗോപ്യമാണ്. അത് ഗോപ്യമായതുകൊണ്ടാണ് ഒരു ഗുരുനാഥൻ ആവശ്യം. അപ്പം അതേക്കുറിച്ച് പഠിക്കാനായിട്ട് പറയുകയും അങ്ങനെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എല്ലാ ഗുരുക്കന്മാരെയും കാണുകയും
അങ്ങനെ ജീവിതം മാറ്റിവെക്കുമ്പോഴാണ് ഒരു രഹസ്യം ഏതൊന്നിൻ്റെയും ചുറ്റിപ്പറ്റി ഉണ്ട്. ഇന്ന് കുചേലനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട, ഈ കുചേലൻ്റെ കഥ അറിയാത്തവരാരെങ്കിലും ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടോ? ഒരാൾ പോലുമില്ല. ജനിച്ച നാൾ തൊട്ട് കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥ അറിയാം. അതിങ്ങനെ പറയും. ക്ഷേത്രങ്ങളിൽ അവല് കൊണ്ടുപോയി കൊടുക്കും. രാമായണം കഥ അറിയാത്തവരില്ല. ഈ കുചേലൻ്റെ കഥ ഇത്രയൊക്കെ കേട്ട് കഥകളിയായിട്ടും ഓട്ടംതുള്ളലായിട്ട് കേട്ടിട്ട് പിന്നെ കുചേലനെ കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ ഇരിക്കുന്നതിൻ്റെ കാരണം ഇതുവരെയും ഒളിപ്പിച്ച് വെച്ച ഒരു കാര്യം അതിൽ ഉണ്ടാകും എന്നുള്ളതാണ്. രാമായണത്തിൻ്റെ ആദ്യത്തെ വരി എന്താ? പരമശിവനോട് പാർവതി എന്താണ് രാമൻ്റെ കഥ എന്ന് ചോദിച്ചു. ആദ്യത്തെ വരിയ. ഇപ്പോഴങ്ങോട്ട് പരമശിവനങ്ങോട്ട് സന്തോഷിക്കുകയാണ്. ഇത് ചോദിക്കാൻ തോന്നിയല്ലോ. ഇതിപ്പോൾ ഞാൻ മറുപടി പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണോ? അത്യന്തം നിഗൂഢവും സൂക്ഷ്മവുമാണ്. അതൊരു രഹസ്യമാണ്. കേൾക്കാൻ തയ്യാറായിട്ടായിരിക്കണം. കുക്കിംഗ് ഗ്യാസ് ഓഫ് ചെയ്തോ? കുക്കിംഗ് ഗ്യാസ് ഓഫ് ചെയ്തു. മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കണം. ഓർപ്പിക്കണം. വാതിൽ ചാരി. ഇത് പുണ്യം ചെയ്തവർക്കേ ഇത് കേൾക്കാൻ തോന്നുള്ളൂ. ഇവിടുത്തെ എത്രയോ ഗുരുനാഥന്മാരുണ്ട്. അവർ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ കയ്യിലുണ്ട്. മരിക്കണതിന് മുമ്പ് ഇതൊന്ന് കേൾക്കാൻ ഒരാളെ കിട്ടാതെ ദുഃഖിക്കുക അവർ, ഒരു ശിഷ്യനെ കിട്ടാതെ. കാരണം ഒന്ന് ഇരിക്കണ്ടേ. ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ഇരുന്ന് പറയണമെന്ന് പറയാൻ കാരണം സംസാരിക്കുന്ന ആൾക്ക് ടെൻഷൻ ഉണ്ടാകരുത്. സുഖാസനം, കാലിൻ്റെ മുകളിൽ കാല് കയറ്റിട്ട് ഇരിക്കാനാ സൗകര്യം. അങ്ങനെ പോലെ കേൾക്കുന്നവരും സുഖാസനത്തിലിരിക്കണം. ടെൻഷൻ ഉണ്ടാകരുത്. ഓരോന്നിനും അങ്ങനെയാണ്. രാമൻ്റെ കഥ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ രഹസ്യമല്ലേ. കാരണം ഇതിനെ പറയുക റിയലിസ്റ്റിക് കഥകളല്ല. ഞാനിവിടെ ഇന്ന് പ്രഭാഷണം നടത്തി. നാളെ ഇതേ വേദിയിൽ PR നാഥൻ്റെ നാടകം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീൻ മദ്യഷാപ്പിൽ നിന്ന് തലയിൽ കെട്ടി വന്നാൽ PR നാഥൻ മദ്യപിച്ച് സ്റ്റേജിൽ വന്നു എന്ന് ഒരാളും പറയില്ല. നാടകം എന്ന് അനൗൺസ് ചെയ്തു. ആദ്യമേ നാടകം, ഇപ്പം പ്രഭാഷണം എന്ന് അനൗൺസ് ചെയ്തു. നാടകം എന്ന് അനൗൺസ് ചെയ്താൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ അർത്ഥം വേറെ എന്തോ ആണ് കേട്ടോ. ഈ കൂടെ അഭിനയിക്കുന്ന ഇയാളുടെ ഭാര്യ ആവണം എന്നില്ല. ഇത് വേറെ എന്തോ ഒരു കാര്യം പറയാനുള്ള നാടകം. അങ്ങനെ വരുമ്പോൾ പുരാണ കഥകൾ മുഴുവൻ ഏതുപോലെയാണ്? കൃഷ്ണലീല കഴിഞ്ഞു. കൃഷ്ണലീല, രാമലീല. ശിവനും പാർവതിയും കൂടി ഇങ്ങനെ കഥ ചോദിക്കുക, ഭാര്യയും ഭർത്താവും കൂടി. നമ്മുടെ മസ്തിഷ്കത്തിന് 2 ഭാഗമുണ്ട്. ഇടതുഭാഗ മസ്തിഷ്കവും വലതുഭാഗ മസ്തിഷ്കവും. ഇടതുഭാഗ മസ്തിഷ്കത്തിലാണ് യുക്തിചിന്ത. അത് പറളിക്കാട് എന്നുള്ള സ്ഥലമാണ്. പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പോകണം. അമൃതാചാര്യന്മാർ കാത്തിരിക്കുക കോഴിക്കോട്. ഇതൊക്കെ ഈ മസ്തിഷ്കത്തിലാണ്. എങ്ങനെ പോകണം, നാളെ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണം, ഇതൊക്കെ പെടുത്താം. ഇപ്പുറത്തെ മസ്തിഷ്കത്തിൽ എന്താണ്? നമ്മുടെ കവിത്വം, ഈശ്വരാന്വേഷണം, ഇതൊക്കെ പെടുത്താം. ഇതാണ് ഉമാമഹേശ്വര സംവാദം ഇപ്പം നടക്കുന്ന എവിടെയാണ്? നമ്മുടെ തലയ്ക്കകത്ത്. ഇങ്ങനെ മുതലുണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം എന്ന് വലതു മസ്തിഷ്കം ചോദിക്കും. ഹിമാലയം പോണ്ടേ, കാശി പോണ്ടേ, ഇന്ന ഗ്രന്ഥം വായിക്കണ്ടേ? അപ്പം ഇടത് മസ്തിഷ്കം പറയും അങ്ങനെ പോയാലേ ഒരു ദിവസത്തെ ലീവാട് പോവും. ആ ലീവ് സറണ്ടർ ചെയ്താൽ തുറപ്പെട്ടു. നിങ്ങൾക്കിപ്പോൾ ഈ കാശിക്ക് പോകാനുള്ള കാശും ഞാൻ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ വലത് മസ്തിഷ്കം പറയും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർ തമ്മിലുള്ള സംവാദം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഭാഗവത സത്രം കേൾക്കാൻ പോയിരിക്കുന്നു. 7 ദിവസം അവിടെ പോയി നിന്നിട്ട് എന്ത് പുണ്യം കിട്ടാനാ? ഇത്ര കാശ് ചെലവല്ലേ? ഇതല്ലാതെ വേറെന്താ നേടാനുള്ളതെന്ന് പുറത്തും. ഇതാണ് ഈ സംവാദം. അപ്പം ലീലകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഒളിപ്പിച്ചു വെച്ച ഈ സൂക്ഷ്മതത്വം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേകത ഉണ്ടാവും. കിട്ടിയ ജന്മത്തിനെ ശരിക്ക് ഉപയോഗപ്പെടുത്താതെ വേസ്റ്റാക്കുന്നവരാണ് ഭൂരിപക്ഷവും. എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ മാതിരി കാളെടുക്കാം, തിരിച്ചും വിളിക്കാം.
അതിൽ വേറെ എന്തൊക്കെ സംവിധാനമുണ്ട്. അതൊന്ന് കുത്തി നോക്കുമ്പോഴല്ലേ അതിൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഇതൊന്നുമില്ലാതെ റിസീവ്ഡ് കാള് അങ്ങോട്ട് വിളിക്കണ പോലെ തിന്നുക, മുതലുണ്ടാക്കുക, മക്കൾ വലുതാകുക, മുതലുണ്ടാക്കുക. ഒടുവിൽ ജീവിതം എവിടെ അവസാനിക്കണം? ഭർത്താവ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി, ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ പൈസ, ഒരു മകനേ ഉള്ളൂ, മകൻ ഗൾഫിൽ കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു, ഇത്രയും വീടുകളുണ്ട്. ഇനിയിപ്പോൾ എന്താ കോശം? എൻ്റെ മകനെ ഞാൻ തിരിച്ചു പിടിക്കും. ഗൾഫ് പോയിട്ട് ഭാര്യയായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ട് എൻ്റെ മകനെ അവൾ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഗൾഫ് പോയിട്ട് കലഹമുണ്ടാക്കി ബന്ധു വീട്ടിലേക്ക് വിളിച്ച് നിലവിളിക്കുക. എന്തെല്ലാം കാര്യം ദൈവം കൊടുത്തു, എന്തെല്ലാം കാര്യം ഈശ്വരൻ കൊടുത്തിട്ടാണ് നമ്മൾ ധിക്കാരം കാണിക്കുന്നത്. ഇന്ന് പ്രഭാതം മുതൽക്ക് ഈ നേരം വരെ എത്രയെത്ര കാര്യങ്ങൾ ഉപയോഗിച്ചു. പല സ്ഥലത്തും പോയാൽ ഭർത്താവിന് 1.5 ലക്ഷം ഉറുപ്പിക ശമ്പളം, ഭാര്യയ്ക്ക് 1.5 ലക്ഷം ശമ്പളം. ഭർത്താവിന് വീട്ടിൽ അച്ഛനും അമ്മയും മുതലുണ്ടാക്കണം 5 വീട്, ഭാര്യയ്ക്കും വീട്. ഇത്രയും കണ്ട് രണ്ടുപേരും തമ്മിൽ മിണ്ടില്ല. 4 കൊല്ലമായി മിണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ. എന്തിനപ്പോൾ ഈ ജീവിതം കിട്ടിയത്? അപ്പൊ അതിമനോഹരമായ രീതിയിൽ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ കോടാനക്കൂട്ടി ജന്മമെടുത്ത പ്രമോഷൻ കിട്ടി മനുഷ്യനായിട്ട്. ഈ എക്സിബിഷൻ ഓഡിറ്റോറിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ സ്റ്റാളിൽ ചായ വെക്കണു, പലഹാരങ്ങളുണ്ട്. അവിടെ തന്നെ ആ സ്റ്റാളിൽ നമ്മുടെ പരിചയക്കാരെ കണ്ടു. ഇവിടെ ഉണ്ടോ? ഇവിടുന്ന് ചായ കുടിക്കാം. അങ്ങനെ ആ പരിചയക്കാരുടെ കൂടെ ചായയൊക്കെ കുടിച്ച് കുറച്ച് കണ്ണെഴുത്ത് മഷിയും പീപ്പിളിയും ബലൂണും പർച്ചേസിങ്ങും ചീനച്ചട്ടിയും വാങ്ങി സമയമായി പോയിക്കോളും പോകുന്നു. ഇതിനകത്ത് 50 സ്റ്റാളുണ്ട്. ഈ 49 സ്റ്റാള് കൂടി കാണാനാണ് ഈ ടിക്കറ്റ്. ആദ്യത്തെ സ്റ്റാള് ചെന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയോ? കോഴി ബിരിയാണി ഉണ്ട് അവിടെ, അത് വേണമെങ്കിൽ. ഇതേമാതിരി മനുഷ്യജീവിതത്തെ പറ്റി ഒരു കുട്ടി ജനിച്ചാൽ സ്കോപ്പ് മുതലുണ്ടാക്കുക. ഇവിടെ ഭാരതത്തിലൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ എത്രയോ ഋഷിമാര് പറഞ്ഞ വരി വായിച്ചിട്ടുണ്ടോ? ഇല്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. ഒടുവിൽ മരണം വരി ആദ്യത്തെ സ്റ്റാളിൽ നിന്ന് പുറത്തേക്കാക്കി 49 സ്റ്റാള് കാണാത്ത പോലെ നമ്മുടെ ഋഷിമാര് പറഞ്ഞത് വളരെ വലിയൊരു തത്വത്തിനെ എങ്ങനെ ചുരുക്കണം. ഇതാണ് പുരാണ കഥകൾ മുഴുവൻ പ്രതീകാത്മകമാണെന്ന് പറയാൻ കാരണം. ലക്ഷക്കണക്കിന് പേര് ശബരിമലയ്ക്ക് വരുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പം ഈ ലക്ഷക്കണക്കിന് പേർക്ക് എല്ലാവർക്കും മനസ്സിലാവണം, അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്കും മനസ്സിലാവണം ഒരു കാര്യം. അപ്പം എന്ത് ചെയ്തു? ഒരു സ്ത്രീയുടെ തല അവിടെ വരച്ച് വെച്ചു, പുരുഷൻ്റെ തലപടിയുണ്ട്. അപ്പം എന്താ മനസ്സിലാക്കിയ? പുരുഷൻ്റെ മൂത്രപ്പെരാന്ന് മനസ്സിലായി. ഈ തലയും ഫോട്ടോ എല്ലാ കാര്യവും. അപ്പം ഭാഷ അറിയാത്തവർക്കും ഏതൊരാൾക്കും അങ്ങോട്ട് മനസ്സിലായി. അപ്പം പുരാണത്തിൽ എത്രയോ വലിയ കാര്യങ്ങളെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി ആർക്കും മനസ്സിലാക്കിയും ബുദ്ധിയുള്ളവന് കൂടുതൽ വ്യാഖ്യാനിച്ച് എടുക്കുന്നത് പോലെ. പ്രകൃതി അങ്ങനെ ചെയ്തത്. ഔഷധം ഉണ്ടാക്കിയാൽ മെഡിക്കൽ കോളേജ് പ്രകൃതി സ്ഥാപിച്ചില്ല. സൂക്കടുണ്ടോ? ഉണ്ട്. എവിടെയാ സൂക്കട്? എൻ്റെ ഹാർട്ടിന്. ഓഹോ, ഹാർട്ടിൻ്റെ അതേ വലുപ്പത്തിൽ മുത്തുള്ള ഇല ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചമ്മന്തി അരയ്ക്കുമ്പോഴെങ്കിലും ആ മുത്തിളിൻ്റെ ഇല അരച്ചാൽ അസുഖമില്ല. കരളിനാണ് അസുഖം. അതേമാതിരി മുന്തിരി, വിഷടിച്ച മുന്തിരിയല്ല, മുന്തിരി ഉണ്ടാക്കി. ഓരോ ഇലയിൽ വരെയും സൂര്യനായിട്ട് ബന്ധപ്പെട്ട കഥയിലൊക്കെ സൂര്യൻ എന്താ ചെയ്യുക വെച്ചാൽ എരിക്കിൻ്റെ ഇലയിലാണ് സമ്മാനം കൊടുക്കുക. അർക്കൻ എന്ന പദത്തിൽ നിന്നാണ് എരിക്ക് എന്നുള്ളത്. എരിക്കിൻ്റെ തോലുണ്ടെങ്കിൽ ഏത് മുറിവ് ഉണങ്ങും. മാനിനെ പുലി എരിക്കിൻ്റെ താഴെ വെച്ച് പിടിക്കില്ല, കാരണം അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങുന്നതാണ്. അത്ര പവറാണ്.
നാം ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ വ്യാസൻ ഇത് എങ്ങനെ എഴുതി? കുചേലൻ്റെ കഥയാണെന്ന് വിഷയം. കുചേലൻ്റെ കഥയ്ക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അതിൻ്റെ വിഷയം? വ്യാസൻ ഇത് എഴുതിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ശാസ്ത്രം പുരോഗമിച്ച് മാക്സിമത്തിലെത്തിയത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത കൂടിയത് പ്രകാശത്തിനാണ് എന്നാണ്. 1,86,250 നാഴികയാണ് ഒരു സെക്കൻഡ് കൊണ്ട് പോകുന്നത്. ഈ പ്രകാശത്തിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. പ്രകാശത്തിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ ശരിക്കും പട്ടാമ്പി സ്വദേശിയാണ്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോണത് എൻ്റെ മേൽ തട്ടിയ പ്രകാശം അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്യാൻ വന്നാൽ ബാല്യം നമുക്ക് കാണാൻ പറ്റില്ല. പ്രകാശത്തിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. തിരുവാതിര നക്ഷത്രത്തിൽ എത്തണമെങ്കിൽ 10 ലക്ഷം കൊല്ലം യാത്ര ചെയ്യണം പ്രകാശത്തിൻ്റെ വേഗത്തിൽ. ഒരു സെക്കൻഡ് യാത്ര ചെയ്യുമ്പോഴേക്കേ മനുഷ്യൻ തേഞ്ഞില്ലാതെ. അപ്പം ആധുനിക ശാസ്ത്രം ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ഭാരതത്തിലെ ഋഷിമാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവരുടെ റിസർച്ച് ഇങ്ങനെയല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. കഥകളിക്കാരനോട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമ്പർ എത്ര എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അത് വേറെ, ഇത് വേറെ. കോപ്പറേറ്റീവ് സൊസൈറ്റിയും കഥകളിയും തമ്മിൽ എന്താ ബന്ധം? അത് വേറെ. ഇവിടെ ഋഷി എന്ത് ചെയ്തു വെച്ചാൽ, ഇവിടെ ഇരുന്ന് പറഞ്ഞു 10 ലക്ഷം കൊല്ലം പ്രകാശവേഗത്തിൽ യാത്ര ചെയ്താൽ അവിടെ എത്തുന്ന നക്ഷത്രം തിരുവാതിര. തിരു കൂട്ടണം ആർദ്ര, അതിൽ മുഴുവൻ വെള്ളമാണ് എഴുതി വെച്ചോ. ഇനി 10 ലക്ഷം 20 ലക്ഷം കൊല്ലം കണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചോട്ടെ, അതിൽ മുഴുവൻ വെള്ളമാണ്. ഋഷിയാണ് പറഞ്ഞു. ആയുർവേദത്തിൽ മൂത്രം പോകാത്ത അസുഖമായിട്ട് ഒരാൾ വരുന്നു. എന്താ അസുഖം? മൂത്രം പോകുന്നില്ല. എലിയുടെ കാഷ്ടം കുറച്ചെടുക്ക്, വെള്ളരിക്കയുടെ തോട് കളഞ്ഞിട്ട് ആ കുരുവും കൂടി ചേർത്ത് അരച്ച് പരട്ട്. ഋഷി പറയാ, ആയുർവേദത്തിൽ മരുന്നാ. ഞാനത് കോട്ടയ്ക്കൽ സംസാരിക്കുമ്പോൾ പി കെ പാറ്റ് പറഞ്ഞു, ഞാൻ ഈ ചികിത്സ നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ? ഈ വ്യക്തി ആ ഒരു സെക്കൻഡിനുള്ളിൽ ഒരു പരീക്ഷണശാലയിൽ 10,000 ആളുകൾ ചെയ്യേണ്ട പരീക്ഷണം ഒരു സെക്കൻഡ് കൊണ്ട് നടത്തിയിട്ടാണ് അത് പറഞ്ഞിരിക്കണം. അതെങ്ങനെയാന്ന് നമ്മൾ പറയാം. കണ്ണിന് കാഴ്ചശക്തി കുറയുന്നു. കൃഷ്ണസർപ്പത്തിനെ തല്ലിക്കൊന്ന് പാലിലിട്ട് പുഴുങ്ങി നെയ്യുണ്ടാക്കി ആ നെയ്യ് നാടൻ കോഴിക്ക് കൊടുത്ത് അതിൻ്റെ കാഷ്ടം പിറ്റേ ദിവസം കണ്ണിലെഴുതിയാൽ അസുഖമാണ്. ഇതെന്തെങ്ങനെ കണ്ടുപിടിച്ച്? 10,000 പേര് നടത്തുന്ന പരീക്ഷണം ഈ വ്യക്തി മനസ്സിൽ നടത്തി. മനസ്സിൽ എങ്ങനെ പരീക്ഷണം നടത്തണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതുപോലെയാണ് നമ്മുടെ ചികിത്സ. പാറകത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ ഇത്തിക്കണ്ണി പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇത്തിക്കണ്ണി എടുത്തിട്ട് ചെന്തെങ്ങിൻ്റെ കരിക്കിലിട്ട് നടത്തുന്ന ചില ക്രിയകളുണ്ട്. ഇത് ആയുർവേദത്തിൻ്റെ വിഷയങ്ങൾ. ഇതെങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ശാസ്ത്രത്തിൻ്റെ മെത്തേഡിലല്ല ഇത് പോയത്. പ്രകാശത്തിനാണ് ഏറ്റവും വേഗത എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയണു, ഋഷിമാർ പ്രകാശത്തിനല്ല വേഗത. എങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്? തിരുവനന്തപുരം, കൽപ്പക്ക, അരി, ഈ 3 പറഞ്ഞപ്പോഴേക്ക് ഈ ശ്രോതാക്കൾ തിരുവനന്തപുരത്തൊന്ന് പോയി വന്നു, ഏതോ ഒരു കയ്പ്പക്കട അടുത്ത് പോയി വന്നു. അരി എന്ന് പറഞ്ഞപ്പോൾ അരിയുടെ അടുത്തൊന്ന് പോയി. എങ്ങനെയാണ് പോയത്? അത് മനസ്സുകൊണ്ടല്ലേ? അതെ. പക്ഷെ നമ്മൾ പറഞ്ഞു, മനസ്സ് പ്രവർത്തിക്കുന്ന ഇന്ധനം സൗണ്ടാണ്, ലൈറ്റല്ല. ശബ്ദത്തിന് മണിക്കൂറിൽ 260 നാഴികല്ലേ യാത്രയുള്ളൂ. തുണി അലക്കണ ശബ്ദം കുറെ കഴിഞ്ഞാൽ കേൾക്കൂ. പരാ പശ്യന്തി മധ്യമ വൈഖരിയിൽ പര എന്ന മനസ്സിൻ്റെ പവറ് ഇതിൻ്റെ പ്രകാശത്തിനേക്കാൾ എത്രയോ ഇരട്ടി വേഗത്തിൽ. കൃത്യം 1 മാസം മുമ്പേ നമ്മുടെ പത്രങ്ങളിലെ തലക്കെട്ട് വിദേശത്ത് നടത്തുന്ന കണികാ പരീക്ഷണം പറയണു, ഐൻസ്റ്റീൻ വരെയുള്ള സകല ശാസ്ത്രജ്ഞന്മാരും പലരും തെറ്റി. ഇത് വായിച്ചിട്ട് ഭാരതം ആഘോഷിച്ചോ? ഇല്ല. എത്ര അഭിമാനകരമായൊരു ന്യൂസാണ്. എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞോ, അഭിമാനിച്ചോ? പുതിയ പരീക്ഷണം നടത്തി, ലൈറ്റിനല്ല വേഗത,
പര എന്ന ശക്തി. എന്നിട്ട് അതിനിട്ടിരിക്കുന്ന പേര് ഓ പരാ തന്നെ. യഥിച്ഛ വന്നോട്ടോ, ഓ പരാന്ന് ഈ പര നോക്കി ഇട്ടതല്ല. ഇംഗ്ലീഷ് പേരും സാങ്കേതികത്തൊക്കെ അത് ഓപരയായി. ഈ ഗണപതി അറിവിൻ്റെ ജ്ഞാനിയായ കമ്പ്യൂട്ടറിൽ മൗസാണല്ലോ നിയന്ത്രിക്കുന്നത്. അത് ഗണപതിയുടെ വാഹനം മൗസായോണ്ടല്ല, പക്ഷെ അത് ദൈവാധീനം കൊണ്ട് അത് ഒത്തുവരും. ഗണപതി എലിയെ നിയന്ത്രിക്കണം. നമ്മുടെ ഇവിടുത്തെ ആധുനിക കമ്പ്യൂട്ടറിലും എലിയ. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ വെളിച്ചം പാടിലൂടെ വരികയെന്ന്. അതിൻ്റെ പേരാണ് ചേണലൈസ് ചെയ്യാന്ന്. ചേണലൈസ് ചെയ്തെടുക്കുക, കൃത്യം വരും. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ പഠിപ്പിക്കും, ഈ ലോകത്ത് നടക്കുന്നത് മുഴുവൻ എഴുതി വയ്ക്കും ദൈവം, ചിത്രഗുപ്തൻ. അപ്പം എത്ര രജിസ്റ്ററും പുസ്തകമാണ് ഓരോരുത്തർ കൈ ഇങ്ങനെ വെക്കണത് വരെ എഴുതി വെക്കണമെങ്കിൽ എത്ര രജിസ്റ്ററും പുസ്തകം വേണം? മറുപടി പറയാൻ ആർക്കും അറിയില്ല. ഇങ്ങനല്ലേ പറയാൻ പറ്റൂ. കാലം പുരോഗമിച്ചു, അന്വേഷിച്ചു. കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ കമ്പ്യൂട്ടർ ഫ്ലോപ്പിയുടെ മലയാളം എന്താ? ചിത്രഗുപ്തൻ. ചിത്രങ്ങളെ ഗുപ്തരൂപത്തിൽ ആലേഖനം ചെയ്തത് കമ്പ്യൂട്ടർ ഫ്ലോപ്പി. അപ്പൊ ഈ മഹർഷിയുടെ മനസ്സ് കണിക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനേക്കാൾ വേഗത്തിലായതിനാൽ മെഡിറ്റേഷൻ കൊണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. ഈ കാരണശരീരത്തിൻ്റെ പ്രവർത്തനമാണ് ജ്യോതിഷം മുതൽക്ക് ജ്യോതിഷം, കണ്ടുപിടുത്തം, കവിത്വമൊക്കെ അവിടെയാണ്. പക്ഷെ ഭൗതിക തലത്തിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കുന്നു. അങ്ങനെ വന്നപ്പോൾ വ്യാസൻ എന്ത് ചെയ്തു? ഇനിയും 10 ലക്ഷം വർഷം കഴിഞ്ഞാലും മനുഷ്യരാശിക്ക് മനസ്സിലാക്കേണ്ട വിജ്ഞാനത്തെ എങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ ആക്കണം. അപ്പോഴൊറ്റ നിർവാഹമുള്ളൂ, ചുരുക്കി കഥ പറയും. ഈ കഥ പറയുമ്പോഴുള്ള കുഴപ്പം, ഈ കഥ ഇങ്ങനെ ഏറ്റു പറഞ്ഞ് നല്ല കഥയാണെന്നും പറഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ തൊഴുതോണ്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്താ? ഉത്ഥാനപാദം എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 2 ഭാര്യ ഉണ്ടായിരുന്നു. ഒരു ഭാര്യയിൽ ജനിച്ച കുട്ടിയെ വലിയ ഇഷ്ടമാണ്, മറ്റേ കുട്ടി അത്ര അവഗണിച്ചു. ആ കുട്ടി ദുഃഖമായി. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ദുഃഖമായിട്ട് അവസാനം കുട്ടിയപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, മഹാവിഷ്ണുവിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. കഥ കഴിയും. ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഇന്നത്തെ ജീവിതമാണ്. ആരാ ഉത്ഥാനപാദൻ? ഞാൻ. ഉത്ഥാനപാദന്റെ അർത്ഥം എന്താ? പുരാണ കഥയിൽ പേരിന്റെ അർത്ഥം പഠിച്ചാൽ തന്നെ നമ്മൾ പുരോഗമിച്ചു. ഒരു പേരും വെറുതെ ഗോപാലകൃഷ്ണൻ ശങ്കരൻ എന്നൊന്നും പേരിട്ട പോലെ. ഉത്ഥാനപാദം എന്ന് പറഞ്ഞാൽ ഒരു കാലം ഉയർത്തി വെച്ച ആള് നേരെയാവാൻ നിശ്ചയിച്ചോന്നാണ്. ഇതാണ് ഉത്ഥാനപാദനെ. നേരെയാവണം എന്നുണ്ട്. കാല് ഉയർത്തി വെക്കാൻ പോവാണോ? ആണ്. പടി കയറാൻ പോവാണോ? ആണ്. ഇതാണ് ഉത്ഥാനപാദം. ആരാ? നമുക്കൊക്കെ നേരെയാവണം എന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ 2 ഭാര്യയുണ്ട്. എന്താ ഭാര്യ ഭർത്താവൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. സുഷുമ്ന, അതിൻ്റെ ഇട, പിങ്കള, നാടി എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങും. മുരുകന് 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. അബദ്ധം എന്താ? മുരുകന് 2 ഭാര്യ ആവാലോ, അബക്യം ആവാലോ. ഇതല്ല അർത്ഥം. അപ്പൊ ഉത്ഥാനപാദൻ നേതാവ് നിശ്ചയിച്ചു. അപ്പൊ ഒരു ഭാഗത്ത് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, സുരുചി, രുചിപ്രദമായ കാര്യം പറയുള്ളൂ. അതൊക്കെ ആവാന്ന് ഇപ്പോഴത്തെ കാലത്ത് ഒക്കെ ആവോ. ഇപ്പുറത്തൊരു സുനീതി ഉണ്ട്, ഭംഗിയില്ല. വേണ്ടാത്ത വർത്താനല്ലാതെ മദ്യപിക്കരുത്, കൈക്കൂലി വാങ്ങരുത്, പിന്നെ ഭംഗി ഉണ്ടാവും. പ്രമേഹ രോഗമാണ്, ഇത് കഴിക്കരുത്, ഇത് ഭംഗിയില്ലാത്ത കാര്യം. ഇപ്പുറത്ത് ഭംഗിയുള്ള പോലെ സുരുചി ഒക്കെ ആവോ. പിന്നെ നമുക്ക് മരുന്ന് കഴിച്ച് കുത്തിവെച്ചാൽ മതി. ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അവള് സുന്ദരിയാ. അപ്പൊ സുന്ദരിയായ ഭാര്യ നമുക്കിഷ്ടം. നമ്മുടെ ജീവിതമാണ്. അതിലത്തെ മകന് അച്ഛൻ്റെ മടിയിൽ വന്നിരുന്നു. അപ്പം ദുഃഖമുണ്ടായി. മകനാരാ? നമ്മളെന്നെ. നമുക്ക് ദുഃഖം വന്നു. ദുഃഖം വന്നപ്പോൾ എന്തു വന്നു? ഗുളിക കഴിക്കുക, ഷോക്ക് ട്രീറ്റ്മെൻറ്റിനോ പോയില്ല. നാരദ മഹർഷി ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നു. ജീവിതത്തിൽ ഗുരു ഇല്ലാതെ, ഗുരു എന്ന് പറഞ്ഞാൽ താടി നീട്ടിയ ഒരാളെന്നുള്ള അർത്ഥമല്ല, ഗുരു ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. കൗൺസിലിംഗ്. ശ്രീരാമന് ടെൻഷൻ വന്നിട്ട് ഉണ്ടായപ്പോൾ മഹർഷി ഉപദേശിച്ചാണ് യോഗവാസിഷ്ടം. അർജുനന് ഇവരൊന്നും ഗുളികയല്ല കൊടുത്തത്. തക്ക ഗുരുനാഥൻ.
ഗുരുനാഥൻ എന്ത് പറഞ്ഞു? പരമമായ തത്വത്തെ പറ്റി പഠിപ്പിച്ചു. പരമമായ തത്വത്തെ പഠിപ്പിച്ചപ്പോൾ ഈ കുട്ടിയുടെ പേരൊന്നല്ല, ആ കുട്ടി ധ്രുവനായി. ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തവൻ. ഇതിലൊന്നും ഒരർത്ഥമില്ല. രണ്ടാനമ്മോട് ഒരു വിരോധമില്ല. ധ്രുവൻ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടാനമ്മയെ നോക്കി ഓർമ്മയുണ്ടോ ഈ മുഖം, ഞാൻ ഇപ്പോൾ പഴയ ആളല്ല, അതൊന്നും പറഞ്ഞില്ല. അതാണ് പുരാണകഥയുടെ ശക്തി. ഇളക്കമില്ല, ഇതിലൊന്നും ഒരർത്ഥമില്ല. അച്ഛൻ നശിച്ചു പോണത്, അച്ഛൻ്റെ പാദത്തിലൊരർത്ഥമില്ല. ഈ കുട്ടിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതമല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കുചേലനിലേക്ക് വരാം. ഇങ്ങനെ ഓരോ കഥയിലും ഒരു കഥയെ പറ്റിയിട്ട് 10 ദിവസം പറഞ്ഞാൽ തീരില്ല. ആവർത്തനമില്ലാതെ 10 ദിവസം പറഞ്ഞാൽ ഒരു കഥയുടെ ഒരു വക്ക് കടിക്കാൻ നമുക്ക്. ആരാണ് കൃഷ്ണൻ? പണ്ടൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ കൃഷ്ണൻ അങ്ങനെ ഇവിടെ ജീവിച്ചു. അമ്മാവനെ കൊന്നു, അന്നത്തെ കുറേ അസുരന്മാരെ കൊന്നു. ഈ അസുരന്മാരെ കൊന്നുകൊണ്ട് നമുക്കെന്താ കാര്യം? ഇന്നിപ്പോൾ ഈ അസുരന്മാരൊന്നും നമ്മുടെ ഗുണ്ടകൾ അല്ല. ഇപ്പോൾ ഇവിടെ തൃണാവർത്തനെ കൊണ്ടോ ചകടാസുരനെ കൊണ്ടോ ഇതേമായുള്ള അസുരന്മാരെ കൊണ്ട് പറളിക്കാട് ഭാഗത്ത് ഒരു ശല്യമില്ല. അപ്പോൾ പണ്ട് കാലത്ത് ഒരു തൃണാവർത്തൻ ഉണ്ടായിരുന്നു, കുറച്ച് അസുരന്മാരുണ്ടായിരുന്നു, പൂതനുണ്ടായിരുന്നു. ഇവരൊക്കെ പണ്ട് എവിടെയോ ജനിച്ച കൃഷ്ണൻ നിഗ്രഹിച്ചു. അതിനിപ്പോൾ 2012 ജനുവരി 1-ാം തീയതി നീങ്ങുന്ന ആധുനിക ലോകത്തെ നമ്മളിപ്പോൾ എന്ത് വേണം? നമ്മൾ വേണം. ആരാ കൃഷ്ണൻ? ഓരോ കഥാപാത്രവും നാം തന്നെ. അസുരൻ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉള്ള കാര്യമാണ്. എന്താണ് കൃഷ്ണൻ? കറുത്തവനാണ്. കറുപ്പിൻ്റെ നിറത്തിൻ്റെ പ്രത്യേകത എന്താ? ആകർഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമുക്കൊക്കെ ഒരു ആകർഷണം വേണ്ടേ? ഒരു വ്യക്തിയിലേക്കൊന്ന് ആകർഷിക്കണം. നമുക്ക് കൃഷ്ണനാവണം. കൃഷ്ണനാവണം നമ്മളിലേക്ക്, ആ വ്യക്തിയിലേക്ക് ഒരു ആകർഷണം വേണം. ഈ ആകർഷണം കൊണ്ടാണ് സുഹൃത്ത് ബന്ധവും വലിയ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കും. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറത്തിനാണ് എല്ലാത്തിനെയും ആകർഷിക്കാനുള്ള ശക്തി. പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തെ ആകാശതത്വം കറുപ്പാണ്. അതിനാണ് നമ്മൾ നീല എന്ന് പറയുന്നത്. വാഷിംഗ് മെഷീനിൽ തുണി കൂടെ കൊണ്ടിട്ടാൽ ബാക്കി തുണിയുടെ നൂലിളകിയതുണ്ടെങ്കിൽ കറുത്ത ബ്ലൗസോ ഷർട്ടോ ഉണ്ടോ അതുമോ പിടിച്ചിട്ടുണ്ടാവും. ഇതാണ് ആകർഷണം. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ. ഒരു സെക്കൻഡ് മതി ഇത് അലിയാൻ. കുറച്ച് സ്പീഡ് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രഭാഷണം സമയത്തിന് അവസാനിപ്പിക്കണമല്ലോ. ഈ മണ്ണങ്ങടെ അലിഞ്ഞാൽ വെള്ളമായി. വെള്ളം മാത്രം സത്യം. വെള്ളം സത്യമല്ല, ഉടനെ ഹൈഡ്രജനും ഓക്സിജനും കൂടി കത്തും. അഗ്നിയാ സത്യം. അഗ്നി സത്യമല്ല, അത് ഉടനെ വായുവാകും. വായു സത്യമല്ല, ആകാശത്തിലേക്ക്. ആകാശവും ഇല്ലാതെയാവും. അതാണ് ബ്ലാക്ക് ഹോൾ തിയറി. ആകർഷിക്കപ്പെടുന്നവൻ അവിടേക്കങ്ങടെ ആകർഷിക്കും. സൂര്യൻ കെടുമ്പോൾ ഇതെല്ലാം കൂടി പെട്ടെന്ന് കാന്തം ആകർഷിക്കുന്നവനെ മുഴുവൻ ആകർഷിക്കും. ഇതാണ് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ ലീലകളാണ്. ആ കൃഷ്ണൻ്റെ നമുക്ക് കൃഷ്ണനാവണം. ആ കൃഷ്ണൻ്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട്. കൃഷ്ണൻ നേരെ നിൽക്കുന്ന എവിടെയും കാണില്ല. ആ നിൽപ്പ് മുതൽക്ക് കൃഷ്ണനെ മാത്രം പറയുകയാണെന്ന് വെച്ചാൽ അവിലിനെ പറ്റി മാത്രം തന്നെ കുറെ പറയാനുണ്ട്. കൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂവിന് ഒരു 10-40 ആളുടെ കൂടെ പോയാൽ എല്ലാവരും തന്നെ കുത്തനെ കയ്യും കെട്ടി നിൽക്കും. കൃഷ്ണൻ ചെന്നാൽ ഒന്ന് ചെരിഞ്ഞിട്ടാണ് നിൽപ്പ്, വലത്തോട്ട് നോക്കിയിട്ടുണ്ടോ? ഇതിനെ നേരാമണ്ണം നിൽക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ടോട്ടൽ യൂണിവേഴ്സ് വലത്തോട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് വേണ്ട. വെറും ഭൂമിയുടെ മാത്രമുള്ള ഗ്ലോബ് ഒന്ന് എടുക്കൂ. ഗ്ലോബ് കുത്തനായിരിക്കും, ചില ഗ്ലോബ് ചെരിഞ്ഞിട്ടാണ്. അപ്പൊ ഈ കൈ വെക്കുന്നത് മുതൽക്ക് നിൽക്കുന്നത് മുതൽക്ക് ഓരോ ചലനത്തിൻ്റെ വരെയും പിന്നിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട്. കൃഷ്ണന്റെ ഏറ്റവും വലിയ ദോസ്ത ആരാ? ഉദ്ധവൻ. എന്താണ് അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം?
ആ ഉദ്ധവനോട്ടാണ് എല്ലാ കാര്യം പറയാം. ഉദ്ധവൻ കൃഷ്ണനെ കാണുമ്പോൾ തൊഴുത് പറഞ്ഞു കേട്ട് കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? കൃഷ്ണന്റെ പ്രതിമ ഉണ്ട്, അതിനെ തൊഴുതുകൊണ്ടിരിക്കും. എന്താ ഭക്തി! ഒടുവിൽ കൃഷ്ണൻ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഉദ്ധവനെ അടുത്തേക്ക് വിളിച്ചു. പറയുമ്പോൾ കണ്ണ് നിറയും. ഏറ്റവും വേണ്ട സുഹൃത്ത് ആരാ? ഉദ്ധവൻ. നമ്മള്. ഉദ്ധവൻ എന്നുള്ള എന്താ? നേരെ വന്നിശോ ഊർദ്ധമുഖ വ്യക്തിത്വം, ഉയരണേണ്ടവൻ. ഇതാണ്, നമ്മളാണ് ഉദ്ധവൻ. കൃഷ്ണനും നമ്മളാണ്, ഉദ്ധവനും നമ്മളാണ്. നമുക്ക് നേരെ ആവണ്ടേ? അപ്പൊ നമ്മളിലെ കൃഷ്ണനെ നാം കണ്ടെത്തണ്ടേ? ഊർദ്ധമുഖ വ്യക്തിത്വം. ഒരു വാക്ക് പറയുമ്പോൾ ലോകത്തിന്റെ ക്ഷേമത്തിനായിരിക്കണം ആ വാക്ക്. ഒരു രചന നിർവഹിക്കുമ്പോൾ ലോകക്ഷേമത്തിന് വേണം വാക്ക്. അങ്ങനെ അല്ലാത്ത രചന ഇല്ലേ? ഉണ്ട്. അങ്ങനെ അല്ലാത്ത രചന ഉള്ളവരുടെ എഴുതിയവരുടെ ജീവിതവും മുഖവും കാണുമ്പോൾ മനസ്സിലാവും അവർ സന്തുഷ്ടരല്ല. ലോകക്ഷേമത്തിനല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർ താൽക്കാലിക വിജയം നേടും. നമ്മുടെ ചുറ്റുമൊക്കെ എത്രയോ ആളുകളുണ്ട് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നത്. അവരുടെ മുഖത്ത് എന്താ സന്തോഷമില്ലാത്ത? മുഖം അലുമിനിയ പാത്രം ഞെണിങ്ങിയമാരിക്കാൻ കാരണം എന്താ? മുഖത്ത് സന്തോഷമില്ല. വേറൊരാൾ പറയും എത്ര മുതലാളിയോ, ഇപ്പം നിരത്ത് വെക്കല സ്ഥലം, അവിടെ ഇപ്പം സെന്റിന് 20 ലക്ഷത്തിനാ ചോദിക്കണേ. മുഖത്ത് സന്തോഷമല്ല. ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. കുണ്ടലിനി ശക്തി, മൂലാധാരത്തിൽ നിന്ന് ഉയരുന്ന യോഗസിദ്ധിയാണ് സംഭവം കേട്ടോ. അത് വേറെ കാര്യം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നും കൂടി ചോദിച്ചാൽ അതല്ല, അതിൻ്റെ അർത്ഥം വേറെയാണ്. അപ്പൊ ആ ഉദ്ധവനോട്ട് ആ ഒടുവിൽ കൃഷ്ണൻ പറഞ്ഞു കൊടുത്താണ് ഉദ്ധവഗീത. ഈ ഉദ്ധവഗീത നമ്മളൊന്ന് വായിക്കണ്ടേ കൃഷ്ണഭക്തന്മാര്? അപ്പൊ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കച്ചാൽ നമുക്ക് പറഞ്ഞു തരാം. ഇതറിയാതെ കൃഷ്ണൻ എന്തൊക്കെയാ ഇഷ്ടച്ചാൽ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ കാട്ടിൽ സുഖമായിട്ട് അലഞ്ഞു നടക്കുന്ന ആനയെ പിടിച്ച് കുഴിയിൽ വീഴ്ത്തി അതിനെ കുത്തി വേറാൾക്ക് ശമ്പളം കൊടുത്ത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് അതിന് വെയിലത്ത് വെക്കണമെങ്കിൽ മണ്ണ് പുറത്തു കൊള്ളണം. ആ മണ്ണൊക്കെ കഴുകി കളഞ്ഞ് കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടിറക്കുക. എന്തെങ്കിലും തട്ടിപ്പ് പറ്റുമോ? പറ്റും. ഉദ്ധവ, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എത്ര പറഞ്ഞാലും ആളുകൾ കേൾക്കില്ല. അർജുനോട് ഞാൻ ഒരു തവണ പറഞ്ഞു ഗീത. കുറേ കഴിഞ്ഞിട്ടേ എന്തുണ്ടായിന്നറിയാം? പിന്നീട് ഒരിക്കലും കൃഷ്ണ അന്ന് യുദ്ധത്തിന്റെ സമയത്ത് എന്തൊക്കെ എന്നോട് പറഞ്ഞു, ഞാൻ മുഴുവൻ കേട്ടില്ല, തിരക്കില്, ഒന്നും കൂടി പറ. അർജുനൻ കൃഷ്ണൻ പറഞ്ഞു എങ്ങനെ ഇത് 2 തവണ പറയാം? ഇനിയിപ്പോ ഒരിക്കൽ വന്നിട്ട് ഇന്നത്തെ പ്രസംഗം ഇതേമാതിരി തുടങ്ങിയിട്ട് പറയാക്കി പറ്റുമോ? ഒരു പുസ്തകം ഇട്ട 2ാമത് എഴുതാൻ പറ്റുമോ? എൻ്റെ ഒരു പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി കാണാനില്ലാതായിട്ട് അന്നുണ്ടായ ടെൻഷൻ 2ാമത് എഴുതാൻ പറ്റുമോ? എന്തോ ഭാഗ്യത്തിന് കിട്ടി ദൈവദിനം കൊണ്ട്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. നമ്മളില്ലേ കാതിൽ ഇത്രയൊക്കെ കേട്ടിട്ട് ഈ ഗീത മുഴുവനെ പറഞ്ഞ് അർജുനൻ 2ാമത് ശരി ഇപ്പൊ കേൾക്കുമോ? ഇല്ല. ആദ്യം പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല, 2ാമത് ഉപദേശിച്ചു. ഇതാണ് അനുഗീത. ഇതും കഴിഞ്ഞു. അർജുനാരാ? നമ്മള് മനസ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പഞ്ചപാണ്ഡവന്മാർ നമ്മുടെ ശരീരത്തിന്റെ 5 ഭാഗമാകുമ്പോൾ മനസ്സിനെ പ്രതിദാനം ചെയ്യുന്ന അർജുനനാണ്. അതുകൊണ്ടാണ് അർജുനന് ഗീത ഉപദേശിക്കാൻ കാരണം. മനോമയ കോശത്തിന് ഒരു വ്യക്തിയുടെ മനസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ പറയാം. ഒരു കാര്യം ഉണ്ടായില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണ പണ്ടെന്തോ ഒന്നൊരു ഗീത പറഞ്ഞു, കേക്ക് മനസ്സിലായില്ല. പിന്നെ 2ാമത് ഒന്നിക്കേ കൂടി പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു തരുമോ വെച്ചു. അതാണ് ഉത്തര ഗീത. ചെറിയ പുസ്തകമാണ്. ശങ്കരാചാര്യരുടെ ഗുരുവായ ഗൗഡപാദർ അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മക്കാണ്. അപ്പൊ ഉദ്ധവ, പാണ്ഡിത്യം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. വലിയ പണ്ഡിതനാണ്. പണ്ഡിതന്മാരിൽ നിന്നല്ല കൃഷ്ണനിഷ്ടം. നമുക്കും ഇഷ്ടം പണ്ഡിതന്മാരിൽ നിന്നല്ല. എത്ര ഷർട്ട് ഉണ്ട് എന്ന് ഞാൻ ചോദിക്കില്ല, എത്ര സാരി ഉണ്ട് എന്ന് ഞാൻ ചോദിക്കില്ല, എത്ര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ചോദിക്കില്ല, എത്ര റുപ്യ ഇൻക്രിമെൻ്റ് ഉണ്ടെന്ന് ചോദിക്കില്ല, വീട് വലിയ വീടാണോ ചോദിക്കില്ല. വലിയ വീടെന്ന് പറഞ്ഞാൽ അത്രയും ജീവജാലങ്ങൾക്ക് അവിടെ പാർക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ ചെയ്യുക. വീടിൻ്റെ മുമ്പിൽ കോലമിടും. എന്താണ്? കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾക്ക് അന്നമാണ്.
കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾക്ക് അന്നം, സദ്യ നടത്തുക. പക്ഷെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കോഴിക്കോട് മാങ്കാവൂർ പലയിടത്തിൽ എറുമ്പ് പൊടി കൊണ്ടാണ് ഇടുന്നത്. എറുമ്പ് വന്നാൽ ചാവാനേ. അപ്പം എന്താ ലക്ഷ്യം? കോടിക്കണക്കിൽ പേരെ കൊല്ല. കൃഷ്ണന് ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊക്കെ. ഉദ്ധവ, ഈ പാണ്ഡിത്യം ഒന്നും വേണ്ട. സജ്ജന സമ്പർക്കം ഉണ്ടോ? സജ്ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? ഇത് എളുപ്പമുള്ള കാര്യമല്ല. സന്തോഷ വാർത്ത വന്നാൽ പറയാൻ ഒരാളുണ്ടോ? ആരോടാ പറയാ? മരിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയുടെ മകന് അമേരിക്കയിൽ പ്രൊമോഷൻ കിട്ടി. ആ സ്ത്രീ എന്നെ വിളിച്ചു. സാറിൻ്റെ ഫോൺ നമ്പർ തേടി പിടിച്ച് വരെ എനിക്കിത് പറയാൻ ഒരാളില്ല. ഏതോ വലിയ സ്ഥാനത്ത് മകൻ എത്തിയുണ്ടോ. കേട്ടോര് പരിഹസിക്കുകയല്ലേ ചെയ്യുക. ഇതൊന്ന് കേൾക്കാൻ ഒരാളെ കിട്ടണ്ടേ? ഒരു സന്തോഷ വാർത്ത. അപ്പം സജ്ജന സമ്പർക്കം ഉണ്ടോ? ഉദ്ധവന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുറച്ച് കാര്യം മതി. സജ്ജനങ്ങളായുള്ള സമ്പർക്കം. അവരെ ദർശിച്ചാൽ മതി, ഷഡാധാര ചക്രങ്ങളിലെ ബ്ലോക്ക് തീരും. ഈ കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്ത് നമ്മളറിയണം. കുചേലന്റെ കൂടെ കൃഷ്ണൻ പഠിച്ചു. കൃഷ്ണനിൽ നിന്ന് കുചേലൻ പിരിഞ്ഞു. കുചേലൻ ആരാ? നമ്മൾ പരമാത്മാവിൻ്റെ കൂടെ പഠിച്ചവരാ. ഈ കുചേലൻ ഓരോന്ന് ചെയ്യുമ്പോഴും എവിടെ എത്തണം എന്നാ മോഹം? കൃഷ്ണ സന്നിധാനത്തിലെത്തണം. നമ്മളിവിടെ തല്ലും പിടി ഉണ്ടാക്കുന്നതും പോലീസ് സ്റ്റേഷൻ കയറുന്നതൊക്കെ എന്തിനാ? ഈ കുചേലൻ പോയ മാതിരി വഴി തെറ്റിപ്പോണെന്നേ ഉള്ളൂ. ഒടുവിൽ അവിടെ എത്താനാണ് ഇതൊക്കെ ചെയ്യണത്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഈ സഞ്ചിത കർമ്മങ്ങൾ കംപ്ലീറ്റ് കുചേലൻ അനുഭവിക്കുന്നത്. കുചേലൻ ഇങ്ങനെ പാട്ടും പാടി നടന്നു. നമ്മൾ ഓരോരുത്തരും അതിന് പകരം വേറെ പലതും ചെയ്തും കൊണ്ട് നടക്കണം. ഒടുവിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ? അവിടെ എത്താനാ. മദ്രാസിൽ കേബറ നൃത്തം സിനിമയിൽ ആടുന്നൊരു പ്രശസ്ത നടി രാത്രി 11 മണിക്ക് ഡാൻസ് ഷൂട്ട് ചെയ്യുക. അപ്പം ഞാൻ അവിടെ വന്നു. ഞാൻ കുറേ സിനിമയുടെ കഥയൊക്കെ എഴുതി. എൻ്റെ അടുത്ത് ഇരുന്ന് ഇരിക്കണ സമയത്ത് ഒരു പുതപ്പോണ്ട് പോച്ചിട്ടായിരിക്കണം. അപ്പോൾ കോടമ്പാക്കത്ത് മുഴുവൻ ഈ നടിയുടെ വലിയ വലിയ പോസ്റ്ററാണ്. എന്നോട് ചോദിക്കുകയാണ്, സാറിൻ്റെ വീട് ഗുരുവായൂരടുത്തല്ലേ? ഞാൻ പറഞ്ഞു, ആണ്, പട്ടാമ്പിയാണ്. അല്ല, അത് എന്നോട് ഇന്നാൾ പറഞ്ഞു, സാറ് അവിടെ ഉദയാസ്തമയ പൂജ നടത്താൻ എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഈ സ്ത്രീ അവിടെ ഉദയാസ്തമയ പൂജ നടത്തുക എന്ന മഹത്തായ കാര്യം മനസ്സിൽ വെച്ചും കൊണ്ടാണ് ഈ ഡാൻസ് ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും കുചേലന്മാരാണ്. കുചേലൻ കൃഷ്ണനെ കാണുക. നാം ഓരോരുത്തരും പരമാത്മാവിൽ എത്തണം. അപ്പം ഈ നർത്തകി മൂലക്ക് ഈ ലോകത്ത് ഓരോരുത്തരും കൊലപാതകം നടത്തുന്നവനും കുചേലനാണ്. ഈ കൊലപാതകം നടത്തിയാൽ എനിക്ക് സന്തോഷം കിട്ടും. എനിക്ക് സന്തോഷം കിട്ടി എങ്ങനെ ചെയ്യും? അത് കഴിഞ്ഞാൽ ഒടുവിലെന്താ? ഒടുവിൽ പരമമായ ശാന്തി. ഇപ്പം ഇവിടുത്തെ മുതലൊക്കെ ഉണ്ടാക്കി, വിദേശത്ത് മുതലുണ്ടാക്കി, മക്കളുടെ കല്യാണം കഴിഞ്ഞ് എന്നിട്ട് ഒടുവിൽ എനിക്കൊന്ന് ഇരുന്നിട്ട് ഭാഗവതം വായിക്കണം. ഇതിനതൊക്കെ ആദ്യം വായിക്കാൻ പാടില്ല. യാത്ര മുഴുവൻ കഴിഞ്ഞ് ഇനി എവിടേക്ക് യാത്ര ഇല്ലാതെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വേണം റെയിൽവേ ഗൈഡ് വെക്കാൻ. ഇനി യാത്രയൊന്നുമില്ല. ഇനി വയസ്സ് കാലത്ത് പിണ്ണത്തൈലും പുരട്ടി റെയിൽവേ ഗൈഡ് എടുത്തു. ഇനിയിപ്പോൾ യാത്ര ഉണ്ടോ? യാത്ര എപ്പോൾ വേണം? യാത്ര തുടങ്ങുമ്പോൾ വേണം റെയിൽവേ ഗൈഡ് കയ്യിലെടുക്കാൻ. റിട്ടയർ ചെയ്തു, 5 കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭാഗവതം വായിക്കാം. സർവീസിലിരിക്കുമ്പോൾ സകല ജഡ്ജിമെൻ്റൊക്കെ എഴുതി വലിയ വലിയ സ്ഥാനത്തിരുന്ന് ആത്മഹത്യക്ക് ഗുളികയും കഴിച്ചതിന് ശേഷം ഇത് തുടക്കത്തിൽ വേണം. അപ്പോൾ കുചേലന് ഇവരൊരുമിച്ച് പഠിച്ചു എന്ന് പറഞ്ഞാൽ കഥയിൽ ഒരുമിച്ച് പഠിച്ചു. സാന്ദീപനി ഗുരുണ്ട്. അങ്ങനെ കുചേലന് കൃഷ്ണനോടൊരു കടപ്പാടുമുണ്ട്. ഗുരു കുറച്ച് കപ്പലണ്ടി വറുത്തത് ഗുരുപത്നി കൊടുത്തു. കൃഷ്ണനെ നീയും കൂടി ഭാവിച്ച് കഴിച്ചോന്നു. സുധാമാവ് എന്ത് ചെയ്തു? നല്ല പേരാ സുധാമാവ്. പക്ഷെ കുൽസിതമായിട്ടുള്ള വസ്ത്രം, കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നാട്ടുകാർ പേരിട്ടു കുചേലൻ. കുചേലനും നമ്മളാ. അച്ഛനമ്മ എന്ത് പേരിട്ടിട്ടും കാര്യമില്ല.
ദിവസത്തിൽ 25 തവണ ഞാൻ ചൂടാവാനാ പരിപാടിയെങ്കിൽ അച്ഛനമ്മയിട്ട പേര് രവീന്ദ്രനാഥൻ നായർ എന്ന റെക്കോർഡിൽ, അതിനെ ഞാനൊന്ന് പി ആർ നാഥനാക്കി 25 തവണ ചൂടായ നമ്മുടെ ചൂടൻ പി ആർ നാഥൻ. നാട്ടുകാർ പേരിടും. ആരൊക്കെ എന്ത് പേരിട്ടാലും ദുര്യോധനൻ നാട്ടുകാർ വിളിച്ചു, സുയോധനൻ എന്നാ പേരിട്ടുണ്ടേ. ആരുടെ പേരും ശൂർപ്പണയുടെ പേരാവുന്നല്ല. ശൂർപ്പെന്ന് പറഞ്ഞാൽ മുറം മാതിരി നഖം വെച്ച് നടന്നപ്പോൾ നാട്ടുകാർ ശൂർപ്പണകാന്ന് വിളിച്ചു. എത്ര നല്ല പേരുണ്ടായിട്ട് എന്താ നമുക്ക് കാര്യം? സ്വഭാവം അനുസരിച്ച് നാട്ടുകാർ പേരിടും. ഇതിൽ നിന്ന് ഈ കടലയുടെ ഒരു ഭാഗം കൃഷ്ണന് കൊടുത്തില്ല, കുചേലൻ തിന്നു. അത് മടക്കി കൊടുത്തേ പറ്റൂ. കണക്ക് കണക്കാവണം. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. ഈ പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം നാം എടുക്കുന്നത് കൊടുക്കണം കൃഷ്ണന്. അതുകൊണ്ടാണ് എന്ത് കണ്ടാലും കൃഷ്ണൻ ചോദിക്കും. സ്യമന്തകരത്നം കണ്ടാലും കൃഷ്ണൻ ചോദിക്കും. സ്യമന്തകരത്നം എന്ന് പറഞ്ഞാൽ 8 ഭാരം സ്വർണം കൂടുന്ന അത്ര വലിയൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്താ പറയുക, 10 കോടി രൂപ ഒരു സഞ്ചിയിലാക്കി എൻ്റെ കയ്യിൽ തന്നാൽ ഒരു ഗുരു എന്നോട് എന്താ പറയുക, കൃഷ്ണൻ പറഞ്ഞെന്താ പറയുക, നേരിട്ടിട്ട് അങ്ങോട്ട് ഓട്ടോറിക്ഷ കയറി കൊണ്ടുപോണ്ടാട്ടോ, ഇവിടെ ബാങ്കിലിട്ടോളൂ. ഇതാണ് പറഞ്ഞ കൃഷ്ണൻ. ഇതേ നിങ്ങളെ നശിപ്പിക്കും, ഇത് ഉഗ്രസേന രാജാവിനെ ഏൽപ്പിക്കൂ. ഇതാ കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണന് തരണം എന്ന് പറഞ്ഞല്ല സമ്മന്തകം. നമുക്കൊക്കെ ഇപ്പം കുറച്ച് സമ്മന്തകം കിട്ടിയിട്ടുണ്ട്. നല്ല മക്കള്, അനുസരണയുള്ള മക്കള്, നല്ല വീട്, നല്ല ഉദ്യോഗം. പക്ഷെ നമ്മുടെ മരണത്തിന് ഇത് കാരണമാക്കും. നമ്മൾ മനഃശാന്തി കിട്ടില്ല തത്വചിന്ത പഠിക്കാതെ. സ്യമന്തകത്തിൻ്റെ കഥയും നമ്മുടെ കഥയാണ്. ഭാഗവതത്തിലെ ഭാഗമല്ലേ ആന? ആരാണ്? നമ്മൾ. അഹങ്കാരം കൊണ്ട് ആന വെള്ളം കുടിച്ചതിന് ശേഷം കാലോട്ട് വന്നിട്ട് തട്ടി ഒരു മുതല ഒറ്റ കൊടുത്തു. അപ്പൊ മുതലേ ഒന്ന് പുച്ഛിച്ചു. ഇന്നെ പറ്റി എന്തേ മനസ്സിലാക്കിയിരുന്നു? 1000 ആനകൾ ഇന്നെ വന്ന് സഹായിക്കാണ്ടാവും, നീയല്ലാണ്ട് ഒരു വലി വലിച്ചു, അതിൽ കുടുങ്ങി. എത്ര കാലം കുടുങ്ങി. ഗജേന്ദ്രമോക്ഷം കഥ നമ്മുടെ കഥ. നമ്മുടെയൊക്കെ ഗജേന്ദ്രൻ. ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കുക. ശങ്കുണ്യാരെ കണ്ട ഇയാളൊക്കെ വലിയ കേടികളെ ബോംബെയിൽ വെച്ച് കണ്ടാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കുക. വയനാട്ടിലെ എസ്റ്റേറ്റ് ഉണ്ട്, ഇന്ന സ്ഥാനമുണ്ട്, ഇന്ന ഇളക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് ഗജേന്ദ്രൻ. ഒടുവിലോ ഗജേന്ദ്രന് ചെറിയൊരു വശം, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക് എന്ന 5 ഇന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയം 1 സെക്കൻഡ് നേരം ഒന്ന് വഴിവച്ചു. സ്ഥാനവും പോയി, ഒക്കെ പോയി, ആള് ജയിലിലായി. ഇതാണ് ഗജ. അപ്പൊ കുചേലനെ സംബന്ധിച്ചിടത്തോളം ഇത് മടക്കി കൊടുക്കണം. 2 പേരും പിരിഞ്ഞു. കൃഷ്ണനാകട്ടെ ജീവിതത്തിലെ ഓരോ ചലനവും ആ കുടത്തിലേക്ക് കല്ലെറിയുന്നത് വരെ, ചെറിയ കുട്ടിയായിരിക്കും. പൂതനാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൂതം എന്ന് പറഞ്ഞാൽ ശുദ്ധം, പരിശുദ്ധം. പൂതം കെട്ടിയൊക്കെ വരും. ഞാൻ പട്ടാമ്പിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടപ്പുറമ്പത്തുകാവുണ്ട്, അവിടുന്ന് പൂതൻ വരും. പൂതൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. എന്നാണെന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, പരിശുദ്ധി ഇല്ലാത്തത്, ഇത്രയേ ഉള്ളൂ. ആ പരിശുദ്ധി ഇല്ലാത്ത പൂതനയെ ആദ്യം നശിപ്പിച്ചു. നമുക്ക് രാവിലെ എന്ത് വേണം? എണീറ്റ ഉടനെ നമ്മൾ ചെയ്യണം, പൂതനെ കൊല്ലണം. പരിശുദ്ധി വേണം വീട്ടിൽ. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. നമ്മുടെ ചുറ്റും മലിനജലം അവിടെ കെട്ടിക്കിടക്കണം. ശരീരത്തിൽ വെള്ളമുണ്ട്. നനഞ്ഞ തോർത്ത് ഇപ്പുറത്തെ വെള്ളത്തിനെ ആകർഷിക്കുന്നതുകൊണ്ടാണ് തല തോർത്താൻ നനഞ്ഞ തോർത്ത്. കൂടിത്തോർത്തുകൊണ്ട് തല തോർത്തിയാൽ നീങ്ങില്ല. അപ്പൊ നനവിനെ ആകർഷിക്കും. മുറ്റം സിമെന്റ് ഇടുമ്പോൾ അവിടെ നനവേ ഇല്ല, തീർന്നു. കാരുണ്യം എന്ന ഗുണം ആ വ്യക്തിക്ക് അവിടെ താമസിക്കുന്നവർക്ക് ഉണ്ടാവില്ല, ശാന്തി കിട്ടില്ല. ഒരു വ്യക്തിയുടെ ജീവിതം, താമസ സ്ഥലം നോക്കിയാൽ മനസ്സിലാവും. മലിനജലമാണെങ്കിൽ ഈ ജലാംശം ആ മലിനജലത്തെ ആകർഷിക്കും.
രോഗഗ്രസ്തരാവും. വീട് അടഞ്ഞു കിടന്നാൽ അഗ്നിയെ മലിനപ്പെടുത്തി. അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത്. അപ്പൊ ജനവാതിൽ തുറന്നിടണം. ജനവാതിൽ തുറന്നിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണം എന്ന് പറയാൻ കാരണം അഗ്നി സകലത്തിനെയും ശുദ്ധിയാക്കും. അതുകൊണ്ടാണ് വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ 5 കെട്ടിക്കിടക്കരുത്. മുറ്റടിക്കുമ്പോൾ കാരണവന്മാർ പറയും നല്ലപോലെ ഇളകി അടിക്കും. ഇവിടെ കീറക്കടലാസും ചപ്പലയൊന്നുമില്ല, പിന്നെന്തിനാ ഇളകണം? മുറ്റടിക്കണത് ചപ്പിലയും കീറക്കടലാസും പോവാനില്ല, മണ്ണ് ഇളകണം. പഞ്ചഭൂതങ്ങൾ 5 കെട്ടിക്കിടക്കരുത്. നമ്മൾ അസ്വസ്ഥരാകും. കാറ്റ് കിട്ടണം, വെളിച്ചം കിട്ടണം, ഭൂമി ഇളകണം. അതിനാണ് തോട്ടം കളക്കണം. ഈ രാജ്യം നശിക്കാനുള്ള ആദ്യത്തെ കാരണം മുറ്റം ഇളകാതെ കോൺക്രീറ്റ് ചെയ്തു. ഒരു ജനതയെ മാറ്റാൻ അവൻ്റെ ആഹാര രീതി മാറ്റിയാൽ മതി. എൻ്റെ കുട്ടിക്കാലത്ത് കോഴി എന്നത് ഒരു പക്ഷിയായിരുന്നു, ഒരു ജീവിയായിരുന്നു. ഇന്ന് കോഴി വെജിറ്റേറിയനാണ്, ഒരു സസ്യമാണ്. കോഴിക്കൃഷി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കോഴിക്കൃഷി, നെൽകൃഷി എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ അതൊരു സസ്യമാണ്. ആഹാര രീതി മാറ്റി ഒരു ജനതയുടെ മുഴുവൻ വികാരവും മാറി, പ്രകൃതി മാറി. പൂതനയെ കൃഷ്ണൻ കൊന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റു, ഇത് കൃഷ്ണജന്മമാണ്. കുചേല ജന്മമാണ്. കുചേലന്റെ ധർമ്മം ഉണ്ടല്ലോ ഇതിൽ. പൂതനെ കൊല്ലണം. പൂതനെ കൊല്ലണമെങ്കിൽ എന്ത് വേണം? പൂതം, പരിശുദ്ധി ഇല്ലാത്ത മാലിന്യവസ്തുവായിട്ട് നാം കരുതുന്നത് അവിടെ ഉണ്ടാവരുത്. കൃഷ്ണന് ഒന്നും മാലിന്യവസ്തു അല്ല കേട്ടോ. നാം മാലിന്യവസ്തുവായിട്ടാണ് കരുതുന്നത്. ഇവിടെ ഫ്ലാറ്റ് വാങ്ങി പൂട്ടി ഇട്ടവര്, അതിൻ്റെ ഉടമസ്ഥര് വിദേശത്ത് രോഗഗ്രസ്തരായി കിടക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, അത് ഫ്ലാറ്റ് വാങ്ങി പൂട്ടിയിടലും ഇതും തമ്മിൽ എന്താ ബന്ധം? ഫ്ലാറ്റ് എവിടെ കിടക്കണത്? നിങ്ങളുടെ മനസ്സിൽ, എൻ്റെ മുതല്. അപ്പൊ അത് പൂട്ടിക്കിടക്കുകയാണ്. പഞ്ചഭൂതങ്ങളെ പൂട്ടിയിടുമ്പോൾ പഞ്ചഭൂതങ്ങൾ ആക്രമിക്കില്ലേ? നമ്മുടെ വീട്ടുമുറ്റത്ത് നായക്കാഷ്ടം കണ്ടാൽ നായക്കാഷ്ടം മോശമാണെന്നാണ് നമ്മുടെ സങ്കല്പം. ഇത് എൻ്റെ വീട് എന്നാണ് സങ്കല്പം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് കിടക്കുന്ന എവിടെയാണ്? നമ്മുടെ മസ്തിഷ്കത്തിൽ. ഇതിനെയാണ് പ്രജ്ഞാപരാധം. അത് വേറെ വിഷയമാണ്. ആയുർവേദത്തിൽ ഓരോ രോഗവും എങ്ങനെ ഒരാളിലെ വരണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 2-3 മണിക്കൂർ നേരത്തെ വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ പൂതനയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ആദ്യം വേണ്ട ചകടാസുരനെ കൊല്ലണം. ചകടാസുരൻ എന്താ? നമ്മളുടെ ഒരു ചകടാസുരൻ്റെ സ്പീഡ്, ക്ഷമ ഇല്ല. എല്ലാവരും ടെൻഷനിൽ ചൂണ്ടുവിരലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ക്ഷമയില്ല. ലളിതാ സഹസ്രനാമം മുഴുവൻ വായിച്ചാൽ ഇന്ന ഗുണം കിട്ടും, പക്ഷെ വായിക്കാൻ നേരം കിട്ടണ്ടേ? ബാക്കി എല്ലാത്തിനും നേരമുണ്ട്. സ്പീഡ് കുറയ്ക്കൂ. ക്ഷമ. പ്രഷർ വരില്ല, ഹാർട്ട് അറ്റാക്ക് വരില്ല. ക്ഷമിക്കൂ. ഇതിനാണ് ക്ഷമിക്കൂ എന്ന് പറയുന്നത്. ഇടത്തേക്ക് അവള് അടിച്ചാൽ വലത്തേക്ക് അവള് കാണിച്ചു കൊടുക്കുക. ക്ഷമ. ചകടാസുരനെ കൊല്ലൂ. ഈ വാഹനം, സ്പീഡ്. വൻ നഗരങ്ങളിൽ പോയാൽ അവിടെ ജീവിതമുണ്ടോ? ശാകുന്തളത്തില് മുനികുമാരന്മാര് ദുഷ്യന്തന്റെ രാജകൊട്ടാരം കാണാൻ വന്നപ്പോൾ പറയണേ, ഈശ്വരാ, ഭ്രാന്തെടുത്ത ആളുകൾ ഇങ്ങനെ ഓടുന്നു. എന്തിനാ ഇവരിങ്ങനെ ഓടുന്നു തിരക്കിട്ട്? അത് കാളിദാസന്റെ കാലത്ത് പറഞ്ഞാൽ ഇന്നത്തെ ബാംഗ്ലൂരും കൽക്കത്തയുടെയൊക്കെ സ്ഥിതി എന്താ? അവിടെ അങ്ങോട്ട് ചെന്നാൽ ജീവിതമുണ്ടോ? നമ്മൾ വാങ്ങണ ശമ്പളത്തിൻ്റെ 5 ഇരട്ടി അവിടെ കിട്ടും, 6 ഇരട്ടി ചിലവാകുകയും ചെയ്യും. ഊണുമില്ല, ഉറക്കമില്ല, ടെൻഷൻ. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഈ പൂജാമുറിയിൽ കയറ്റോ ക്ഷമ വേണം. നമ്മൾ ഈ ചകടാസുരനെ കൊണ്ടു. ഇന്നത്തെ ഇതിൻ്റെ സ്മരണയായിട്ട് തൃണാവർത്തനം എന്ന് കൊല്ലാൻ നമുക്ക് മതി. ഇപ്പോഴും ഉണ്ടത് തൃണാവർത്തനം. ഞാൻ ഈ ഒരു ദിവസമൊക്കെ ഏറ്റവും അധികം കൊല്ലേണ്ടി വരേണ്ട ഈ തൃണാവർത്തനം. തൃണം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലുപോലെ നിസ്സാരമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ഹൃദയത്തിന് ടെൻഷൻ കൊടുക്കല്ലേ. കൂടെ പഠിച്ച ശങ്കുണ്ണിക്കുട്ടി ഇന്നലെ കണ്ടു. നിങ്ങളെപ്പറ്റി പറഞ്ഞത് എന്താ അറിയോ? എന്തേ പറഞ്ഞേ?
എന്നെപ്പറ്റി എന്താ പറഞ്ഞു? മരിച്ചു പോവുകയും നിസ്സാരമാവുകയും ഒരു വാക്കിനും ഒരു പ്രാധാന്യമില്ലാത്ത നമ്മളുടെ ചുറ്റും കാണുന്ന ആളുകൾ പറഞ്ഞ തൃണം മാതിരിയുള്ള കാര്യങ്ങൾ മനസ്സിൽ ആവർത്തിക്കുന്ന ആ സോഫ്റ്റ്വെയറിനെ എടുത്ത് വലിച്ചെറിയണ്ടേ? ആ ആൾക്ക് വല്ലത് അറിഞ്ഞിട്ടാ പറഞ്ഞു? അറിഞ്ഞില്ലേ? നിങ്ങളുടെ എന്നാലും അപ്പുക്കുട്ടൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ കുട്ടപ്പേട്ട. ഞാൻ അങ്ങോട്ട് വിഷമായി. കുട്ടപ്പേട്ടനെ കൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? എവിടെ വെച്ച്? പീടിയിൽ വെച്ച്. എനിക്ക് കരച്ചിൽ വന്നു. നേര് വന്ന ഇടനെഞ്ഞ് കലങ്ങിപ്പോയിട്ടോ. അതുകൊണ്ട് പറയാ. പിന്നെ കുട്ടേട്ടനെ ഓർക്കല്ല. ഇതാണ് തൃണാവർ. ആഫീസിൽ പണിയെടുക്കുമ്പോൾ ഒരുത്തൻ നിസ്സാരര് വരി പറഞ്ഞു. ഒരു പ്രാധാന്യം ഇല്ലാത്ത ആളെ. നമ്മുടെ ബന്ധുക്കാരും നമ്മുടെ ചുറ്റും നിത്യേന കാണുന്ന ആളുകൾ പറയണ ഒരു വാക്കിനും പ്രാധാന്യമില്ല. ഈ പറഞ്ഞ വേദവ്യാസനൊന്നല്ലേ? അത് ഇപ്പം പറഞ്ഞ് മാറ്റി പറയുകയും ചെയ്യും. ഒരു ചായ വാങ്ങിക്കൊടുത്താൽ മാറ്റി പറയുകയും ചെയ്യും. ഒന്ന് പോയിട്ട് സോപ്പിട്ട ഇപ്പം പറഞ്ഞൊക്കെ എന്നാലും അവൻ്റെ ഉള്ളിലാ സ്നേഹം പുറത്തേക്ക് കാട്ടില്ല. ഇതൊക്കെ മാറ്റും. അങ്ങനെ വരുമ്പോൾ ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ ആ തൃണാവർത്തന നിസ്സാര കാര്യം മരിക്കാൻ കിടക്കണം. ഇനി ഏതായാലും ആയുസ് ഇത്രയേ ഉള്ളൂ, എന്നാലും വിരിക്കപ്പെടുത്തില്ലാതെ വെറുതെ എന്നാലും അവൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന്. ആദ്യം നമ്മളൊരു കാര്യം വരണം. ലങ്കയിൽ താമസിക്കണ്ട. ശ്രീലങ്ക അല്ല കേട്ടോ, ലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വരിക. ഇതിൻ്റെ ശ്രോതാക്കളിപ്പോൾ ലങ്കയിലാണോ അതോ പറളിക്കാടാണോ എന്ന് ആദ്യം നോക്ക്. എന്താ ലങ്ക എന്ന് പറഞ്ഞാൽ? പമ്പ എന്ന് പറഞ്ഞാൽ പാപത്തെ തിരിച്ചിട്ടാണല്ലോ പമ്പ. ലങ്ക എന്ന് പറഞ്ഞാൽ കാലത്തിനെ തിരിച്ചിട്ട്. വർത്തമാന കാലത്ത് ഇപ്പം ഇവിടെ അല്ലാത്തവരൊക്കെ ലങ്കയിലാണ്. ഭൂതത്തിലേക്ക് പോയി. പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് കയപ്പയ്ക്കാന്ന് പറഞ്ഞല്ലോ. അത് ശരി. കല്യാണിക്കുട്ടി അന്ന് കയപ്പയ്ക്ക വാങ്ങിക്കൊണ്ടിരുമ്പോഴാണ് അന്ന് കലഹം ഉണ്ടാക്കി. പോയി ഭൂതത്തിലേക്ക്. മനസ്സ് ഭൂതത്തിലേക്ക് പോയി. എൻ്റെ ഇടയ്ക്കെന്ന് പറളിക്കാട് വന്നപ്പോഴേക്ക് എന്തായിന്നറിയോ? ഭാവിയിലേക്ക് പോയി. ഇതിൻ്റെ പേരാണ് ലങ്ക. ഇനി ഇങ്ങനെ പോയാൽ എന്തെത്തും? ഭാവിയിൽ എവിടെ എത്തും? ഈ ഭൂതത്തിൽ നിന്ന് ഇങ്ങോട്ട് വരൂ, ഭാവിക്ക് പോവും, വർത്തമാനകാലത്തിലേക്ക് വരൂ. ഈ ഭൂതവും ഭാവിയും കൂടി ഇങ്ങനെ ആടി നിന്നാൽ അതിൻ്റെ പേരാണ് ലങ്ക. അതുകൊണ്ടാണ് രാമായണത്തിൽ ഓരോ കഥയുടെയും അടിസ്ഥാനം അറിയിക്കണം. ലങ്കയിലെത്തി വിഭീഷണൻ അവിടെ കുട്ടികളെയൊന്നും കാണുന്നില്ലല്ലോ. വിഭീഷണൻ പറഞ്ഞു ലങ്കയിൽ കുട്ടികളില്ല. ഇതാണ് ലങ്കയുടെ പ്രത്യേകത. ഓഹോ, പിന്നെ ഇവിടെ എന്തൊക്കെ പ്രത്യേകമുണ്ട്? പ്രസവവേദനയില്ല. ലങ്കയിൽ പ്രസവവേദനയില്ല, കുട്ടികളുമില്ല. എന്താ വെച്ചാൽ രാക്ഷസികൾ ഭയങ്കരമായിട്ട് പ്രസവവേദനയ്ക്ക് നിലവിളിക്കുമ്പോൾ പാർവതിയുടെ അടുത്ത് ചെന്നിട്ട് പരാതിപ്പെട്ട പാർവതി പറഞ്ഞു, ഈ രാക്ഷസികൾ മുഴുവൻ നിലവിളി അടങ്ങി അവനെ ജീവിക്കാൻ പറ്റില്ല. ക്യാൻസൽഡ് പ്രസവവേദന. ഇവിടെ പാർവതി ആരാ? ഇടത് മസ്തിഷ്കം. നമ്മുടെ ശാസ്ത്രജ്ഞാനം. അതിൻ്റെ പേരാണ് സിസേറിയൻ ഓപ്പറേഷൻ. പാർവതി അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ പാർവതി എന്ന് പറഞ്ഞു? നമ്മുടെ ശാസ്ത്ര പുരോഗതിയാണ്. ശിവനിപ്പുറത്തും പാർവതി സാങ്ഷനാക്കി പ്രസവവേദന. പ്രസവനല്ല. ഇനിയോ കുട്ടിയില്ല എന്ന് പറയാൻ കാരണം എവിടെ ഉണ്ട് കുട്ടി? എത്ര കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട്? കുട്ടികളല്ലേ ഇത് കേൾക്കേണ്ടത്? കേൾക്കേണ്ടത് കുട്ടികളില്ല. ഇനി ചെന്നാൽ കുട്ടിത്തമുള്ള കുട്ടിയുണ്ടോ? കുട്ടികൾക്ക് കുട്ടിത്തമുണ്ടോ? 2 വയസ്സായ കുട്ടി നിലവിളി നിർത്തുന്നില്ല. അലുവ കൊടുത്തു, തീപ്പൊടി കൊടുത്തു. അവസാനം മുത്തച്ഛൻ 500 രൂപയുടെ നോട്ടാൽ കൊടുത്തപ്പോൾ കരച്ചിൽ നിർത്തി. ഇത് കുട്ടിയാ? ഇത് കുട്ടിയല്ല. കുട്ടിയോട് മുതിർന്നവരെ പോലെ നടക്കുക. മുതിർന്നവരുടെ വർത്തമാനം. നീലത്തിങ്കലത്തിന് എത്ര പല്ലുണ്ട് കുട്ടിക്കറിയാം. എന്താ മോൻ്റെ വിവരം എന്നറിയോ? നീലത്തിങ്കലത്തിന് എത്ര പല്ലുണ്ട്. അങ്ങനെ കുട്ടികളുടെ വിവരം എങ്ങനെ പറയും? അച്ഛനും അമ്മയ്ക്കും ചിക്കൻ കുനിയ വന്നാൽ ഒരു കഞ്ഞിയും മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പറ്റുമോ? ഇന്നലെ കുട്ടികളുടെ ക്യാമ്പിൽ ഞാൻ ചോദിച്ചു, എത്ര കുട്ടികൾക്ക് അറിയാം? ആകെ 2 കുട്ടിക്ക്. ശരി, ഒരു മുറി തേങ്ങയും ഒരു മാങ്ങയും ചമ്മന്തി അരയ്ക്കാമോ? കുട്ടിയുടെ പേരെന്താ? സുമി. ഒരു ചമ്മന്തി അരയ്ക്കാൻ എത്ര ടീസ്പൂൺ മഞ്ഞൾ വേണം? 1/2 ടീസ്പൂൺ.
ഓഡിയൻസ് ചിരിച്ചു. അപ്പോൾ ഈ കുട്ടി ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. മോളെ ചമ്മന്തി അരക്കാൻ മഞ്ഞളി കേരളീയർ ഉപയോഗിക്കാറില്ല. അപ്പം ഇത്രയും പ്രതിഭാശാലികളായ കുട്ടികളുടെ ഇടയിൽ എത്ര ജ്ഞാനമുണ്ട്. ഇതാണ് ലങ്കയിൽ കുട്ടിയില്ല എന്ന് പറയാനുള്ള കാരണം. ഇത് മനസ്സിലാക്കാതെ വായിച്ചവര് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവും, കുട്ടികളില്ലാതെ എങ്ങനെയാ മുതിര, ഓരോരോ കഥ ഓരോന്ന് പറയുക എന്നുള്ള നമ്മുടെ ജീവിതം. അപ്പൊ തൃണാവർത്തന്റെ കാര്യം മുതലൊക്കെ കൃഷ്ണനും കുചേലനും കൂടി യാത്ര പറഞ്ഞു. ഗുരു അനുഗ്രഹിച്ചു. ഏതൊരു വ്യക്തിക്കും ഏറ്റവും സുപ്രധാനമാണ് ഗുരുവിൻ്റെ അനുഗ്രഹം. നമ്മളെക്കാൾ ഒരു ദിവസം പ്രായ കൂടുതലുള്ള വ്യക്തി പറഞ്ഞാൽ, തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ശാപമുണ്ടാവും. ഗുരു കാണുന്നതൊക്കെ ഗുരു, വഴി പറഞ്ഞു തന്ന ആള് ഗുരുവാണ്. കുട്ടി ഏതാണ് സത്രത്തിലേക്കുള്ള വഴി? ഇത്. ആ കുട്ടി വഴി പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വളർത്തുന്നത്. ഗുരു കൃഷ്ണനോട് ചോദിച്ചു, എന്താ അനുഗ്രഹം വേണ്ടതെന്ന് ചോദിച്ചു. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട. കൃഷ്ണൻ ഗുരുവിനോട് ചോദിച്ചെന്താ? നമുക്കൊന്നും അറിയണ്ട. ഇതൊന്നും അറിയാതെ നമ്മൾ ഈ കുചേലൻ്റെ കഥ എന്താ പറഞ്ഞത്? എനിക്കൊരു അനുഗ്രഹം ഉണ്ടായാൽ മതി. മാതൃഹസ്തേന ഭോജനം. എനിക്കെന്നും എൻ്റെ അമ്മയുണ്ടാക്കി തന്ന ആഹാരം കഴിക്കണം. ശനിയും ഞായറും ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മക്കൾ അച്ഛനെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. വീട്ടിൽ അമ്മ ആഹാരം ഉണ്ടാക്കി വെക്കുക. അമ്മ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് മക്കള് ഒഴിവല്ലേ, ഒരു രുചിപ്രദമായിട്ട് കഴിക്കാലോ പുറത്തുനിന്ന്. എനിക്കും മാതാവിൻ്റെ കൈകൾ കൊണ്ട് അന്നം കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവണം. നേര് പറയാലോ, ഇത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാൽ അവിടുത്തെ ആഹാരമല്ല ഞാൻ കഴിക്കുക. പരിചയക്കാരെ വിളിച്ച് രാവിലെ കുറച്ച് കഞ്ഞി കൊടുന്നു തരും. അങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഞ്ഞി കുടിക്കണ ആളെന്ന് ചിത്തപ്പരുണ്ട്. കാരണം എന്താ പറയുക, ആ കഞ്ഞി ഉണ്ടാക്കണ ഒരു മാതാവാണ്. അതുകൊണ്ടാട്ടോ ഈ മാതാവിൻ്റെ ഡെഫിനിഷൻ നോക്കണം. അമ്മ മരിച്ചാലും മാതാവുണ്ട്. ആരാ? ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മ മാതാവാണ്. സഹോദരി മാതാവാണ്. ഏട്ടത്തി അമ്മ, ഏട്ടത്തി കൂട്ടണം അമ്മ. അപ്പൊ സഹോദരി, അമ്മ, ഇതൊക്കെ വന്നു. മാതൃസംഘം ഒരു വീട്ടിൽ ഒരമ്മ ഉണ്ടാക്കിയത്. കാരണം നമ്മുടെ എല്ലാ ശക്തിവിശേഷവും വരുന്നത് ഈ കൈകളിൽ നിന്നാണ്. ഇത് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞതേ, സത്സംഗം ഉണ്ടാവുക, ഞാൻ പറഞ്ഞത് കേക്ക് എന്നാണ്. അമ്മ, ഇത് കുട്ടികൾക്ക് ഈ കഥ ഒന്ന് പഠിപ്പിക്കൂ. വേറെ എന്തൊക്കെ കാര്യം പഠിപ്പിക്കണം. അമ്മ ഉണ്ടാക്കിയ ആഹാരം, റൊട്ടി കരിഞ്ഞിരിക്കണു, അച്ഛൻ കരിഞ്ഞ റൊട്ടി ഭക്ഷിച്ചു. മോൻ ഇത് കരിഞ്ഞിരിക്കണു, ഇങ്ങടുത്താ. അച്ഛൻ ഭക്ഷിച്ചു. പിറ്റേ ദിവസം കരിഞ്ഞ റൊട്ടി ഭക്ഷിക്കും. അച്ഛൻ മകൻ പറഞ്ഞു, എനിക്കത് മതിയായിരുന്നു. അച്ഛന് കരിഞ്ഞ റൊട്ടി വലിയ ഇഷ്ടമല്ലേ? അച്ഛൻ പറഞ്ഞു, മോനെ, അമ്മ അനവധി തിരക്കിനിടയ്ക്ക് ഉണ്ടാക്കണതാ. എനിക്ക് കരിഞ്ഞത് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇത് കരിഞ്ഞെണ്ണു എന്ന് പറഞ്ഞ് അമ്മ തിരക്കിട്ട് വേറെ ഉണ്ടാക്കും. അപ്പോൾ അമ്മയ്ക്ക് നേരം വൈകും. ആഫീസിലേക്ക് പോകാൻ അമ്മ ഓടേണ്ടി വരും. അപ്പം അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. മകൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അച്ഛനറിയണം. മാതൃഹസ്തേന ഭോജനം എന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗുരുനാഥനോട് പറഞ്ഞിരിക്കണു. കൃഷ്ണ ഭഗവാൻ ഒരമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം. പണ്ട് ഒരു രാജാവ് ഗുരുനാഥനെ കാണാനായിട്ട് പോയി. ആ ഗുരുനാഥനെ കാണാനായിട്ട് പോയിട്ട് കാട്ടുകോട കിലോമീറ്റർ യാത്ര ചെയ്യണം. കുറേ കിലോമീറ്റർ യാത്ര ചെയ്തു. രാജാവിന് വിശപ്പുണ്ട് വീഴും. മന്ത്രിക്കും വിശപ്പ്. മന്ത്രി പറഞ്ഞു, ഞാൻ എവിടുന്നെങ്കിലും ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെ പോയിട്ട് ഒരു വീട്ടിൽ ചെന്നു. അപ്പം ആ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ആഹാരം ഉണ്ടാക്കണം.
ഉടനെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭിക്ഷക്കാരനാണ്, എന്തെങ്കിലും തരണം, വിശപ്പ് സഹിക്കാൻ വയ്യ. അമ്മ കുറച്ച് ആഹാരം ഒരു ഇലയിൽ വെച്ചു, മകൻ കുറച്ച് ഉപ്പേരി അതിലേക്ക് കോരിയിട്ടു, ഭർത്താവ് കോരിട്ട് കൊടുത്തു. ഇദ്ദേഹം ഇത് കഴിക്കാതെ രാജാവിന് കൊടുക്കാൻ ഓടുമ്പോൾ ആ വീട്ടമ്മ പറഞ്ഞു, എന്താ അയാൾ കഴിക്കാതെ പോകണമെന്ന് പിന്നാലെ പോയി നോക്കാൻ പറഞ്ഞു. പിന്നാലെ പോയപ്പോൾ രാജാവിന് കൊടുക്കുന്നത് ഈ വീട്ടുകാരൻ കണ്ടു. അപ്പം മന്ത്രിയായിട്ട് പരിചയപ്പെട്ടു. രാജാവ് ഇത് കഴിക്കാതെ ഉണ്ട് ഓടുന്നു. അപ്പം മന്ത്രി പറഞ്ഞു, എവിടേക്കാ ഓടണം മനസ്സിലായില്ല. ഇവര് പരിചയപ്പെട്ടല്ലോ, നമുക്ക് പോയി നോക്കാം. ഗുഹയിലിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ആ ഗുരുവിന് ഇത് കൊടുത്തു. ഗുരു അതിനൊരു പിടി വാരി കഴിച്ചിട്ട് പറഞ്ഞു, ഈ അന്നം 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി കിട്ടിയാൽ മതി. ഈ അന്നത്തിൽ റെക്കി എന്നൊരു പവറാണ്. ഞാൻ റെക്കി ക്ലാസ് എടുക്കുന്ന ആൾ. ആ അമ്മയുടെ റെക്കി കൈ കൊടുക്കണം. അതൊരു ഇഡ്ഡലി അമ്മ എടുത്ത് തരണം. ആയുർവേദ ഗുളികകൾ യന്ത്രത്തിൽ ഉണ്ടാക്കിയ ബലം കിട്ടില്ല, ഫുൾ സ്റ്റോപ്പ്. കൈവെള്ളലിട്ടിടണം. ഗുളികൻ ആറ്റം. ഈ അമ്മയുടെ റെക്കി പവർ ഈ കുട്ടികളുടെ, ആ ഗൃഹനാഥൻ്റെ, അതും കഴിഞ്ഞ് ഇത് കൊടുന്ന മന്ത്രിയുടെ, രാജാവിൻ്റെ, ഇത് ഒരു പിടി കഴിച്ചാൽ മതി. ഇനി 25 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി. ഇതാണ് മാതൃഹസ്ത എന്ന ഭോജനം. കൃഷ്ണൻ പറഞ്ഞതിൻ്റെ ഒരു കഷ്ണമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരും. എവിടെയെങ്കിലും ഒരു അമ്മ ഉണ്ടാക്കിയതാണോ, ഒരു സഹോദരി ഉണ്ടാക്കിയതാണോ? ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഈ കൃഷ്ണകഥയിൽ ഈ കുചേലൻ അവലുമായിട്ട് അറിയണ കഥ പറയേ വേണ്ട, എല്ലാവർക്കും അറിയണം. ആ പോകുമ്പോൾ പൊരി വെയിലത്ത്, സുദാമാപുരി ഇപ്പോഴും ഉണ്ട് ഗുജറാത്തിൽ. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഒരു പ്രധാന പുസ്തകമുണ്ട്, കന്യാകുമാരി മുതൽ ഹിമാലയം. 40 കിലോമീറ്റർ ദൂരം നടന്ന് പോകുമ്പോൾ പൊരി വെയിലത്ത് നഗ്നപാതനായിട്ട് നടക്കുമ്പോൾ കുചേലൻ അവലുമായിട്ട് പോകുമ്പോൾ ചോദിച്ചു, എന്താ ഈ തണലത്ത് കൂടെ നടന്നൂടെ? കുചേലൻ പറഞ്ഞു, ഞാൻ പോണത് പരമാത്മാവിനെ കാണാനാണ്. കോടാനകൂടി ജീവജാലങ്ങളെ ഈ വൃക്ഷത്തിൻ്റെ താഴെ നിരപരാധികൾ നിൽക്കുമ്പോൾ ചവിട്ടിക്കൊന്നു പോയാൽ പരമാത്മാവിലെത്തില്ല. അഹിംസ. ഒരു ഇറുമ്പിനെ പോലും ദ്രോഹിച്ചാൽ, ഒരു ചിരട്ട അടുപ്പിലേക്ക് ഇടുമ്പോൾ അതിലൊരു 10 എറുമ്പുണ്ടെങ്കിൽ 10 മക്കള് അമ്മയുടെ മരിക്കാൻ കാരണം ഇതാണെന്ന് കൃഷ്ണൻ പറഞ്ഞ കഥയുണ്ട്. ഒരു ജീവിയും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെയാണ് കുചേലൻ നടന്നത്. അവിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. കൃഷ്ണന് മിക്സർ ഇഷ്ടമാണെന്ന് പറയായിരുന്നില്ലേ? വേറെ എന്തൊക്കെ സാധനമുണ്ട്. മോദകം അത് ഇഷ്ടമാണെന്ന് പറഞ്ഞവരുണ്ട്. അതിൻ്റെ അർത്ഥമുണ്ട്. മോദകം മോദിപ്പിക്കുന്ന മധുരം. ഈ പ്രപഞ്ചം മുഴുവൻ മധുരമാണ്, സ്നേഹമല്ലാതെ ഇവിടെ ഒന്നുമില്ല. കുറേ വ്യാഖ്യാനിക്കേണ്ടത്. അവല് കുത്തിട്ടാൽ മുളക്കില്ല. കൃഷ്ണനിഷ്ടം കുത്തിട്ടാൽ മുളയ്ക്കാത്ത മോഹവുമായിട്ട് വരുന്നവരെ. അവല് മുളയ്ക്കും, മുളച്ചാൽ ഉടനെ ഇടിച്ച് പരത്തും. ഇനി എവിടെ കുത്തിയിട്ടാലും മുളയ്ക്കില്ല. നമുക്കിഷ്ടാരെയാ? നമുക്ക് ഒരു മോഹമില്ലാതെ വരുന്നവര് എന്തിനാ വെറുതെ കാണാൻ വന്നാട്ടം? അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. വേറെ ചിലർ അവിടുന്ന് വരും, വെറുതെ വന്നല്ല, അടുത്ത വ്യാഴാഴ്ചത്തേക്ക് വെച്ച കാശ് വല്ലതും ഉണ്ടോയിക്കാൻ വരിക. അവർക്ക് പ്രിഫറൻസ് കിട്ടുമോ? കുത്തിട്ടാൽ മുളയ്ക്കാത്ത കരിഞ്ഞ മോഹം ഒക്കെ എന്ത് വേണം കൃഷ്ണനറിയാം. ആ കുത്തിട്ടാൽ മുളയ്ക്കാത്ത മോഹവുമായിട്ട് കുചേലൻ വന്നപ്പോൾ കൃഷ്ണ പരമാത്മാവ് ഭാര്യയുമായി ചേർന്ന് സ്വീകരിച്ചു. ആരാ ഭാര്യ? രുക്മിണി. രുക്മിണിയെ പറഞ്ഞ ആരാ? ലക്ഷ്മി. ലക്ഷ്മി എന്നുള്ള എന്താണ്? ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന പവർ. ഇതാണ് ലക്ഷ്മി. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇടയ്ക്ക് ബസ് കയറാൻ, ടിക്കറ്റ് എടുക്കാൻ കാശ് വേണം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ലക്ഷ്മി പൈസയുടെ രൂപത്തിൽ വരാമെങ്കിൽ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ട ആ പവർ, അത് എന്നും പരമാത്മാവിൻ്റെ കൂടെ ലക്ഷ്മി ഉണ്ടാവും. ഈ ലക്ഷ്മിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഭാരതത്തിലെ എല്ലാ കഥയും. നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ
ലക്ഷ്മിയെ തട്ടിയെടുക്കലാണ്. രാവണൻ പറഞ്ഞു ലക്ഷ്മിയെ ഇവിടെ കൊണ്ടു വെക്കി. ഈ ലക്ഷ്മിയെ തട്ടിയെടുക്കാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ, ലക്ഷ്മിയെ തട്ടിയെടുക്കാനുള്ള എഡ്യൂക്കേഷൻ രാവണനും ഹിരണ്യകശിപുവിനും കിട്ടിയ എഡ്യൂക്കേഷൻ ആയതിനാൽ രാവണനും ഹിരണ്യകശിപുവും ഉണ്ടായ അന്ത്യം ഇവിടെ ഈ ലക്ഷ്മിയെ തട്ടിയെടുക്കണ ഓരോരുത്തർക്കും ഉണ്ടാകും. ഇതാണ് നമ്മുടെ ജീവിതം. ഹിരണ്യകശിപു സ്വർണം തലയണയാക്കി വെച്ചവൻ, രാവണൻ തട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. രാവണൻ എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാൻ, പഠിച്ചവൻ, മിടുക്കൻ. പഠിക്കണം മിടുക്കൻ എന്തിനാ? പൈസ ഉണ്ടാക്കാൻ. പൈസ ഉണ്ടാക്കുന്ന എന്തിനാ? ലക്ഷ്മിയെ ഇവിടെ കൊടുന്നു വെക്കാൻ. ലക്ഷ്മിയെ കൊടുന്നു വെച്ചാൽ മഹാവിഷ്ണു വന്നിട്ട് ഈ വ്യക്തിയെ നിഗ്രഹിച്ച് ലക്ഷ്മിയും കൊണ്ടവിടെ പോവും. എല്ലാ ഉയർച്ചയും വീണേ തീരുമെന്ന് വ്യാസൻ പറഞ്ഞു. പക്ഷേ മഹാലക്ഷ്മിയെ വിടൂ, കൃഷ്ണനെ ആശ്രയിക്കൂ, ലക്ഷ്മി നമ്മുടെ വീട്ടിൽ വന്ന് മുറ്റടിക്കും. ലക്ഷ്മിയൊക്കെ വിടൂ, കൃഷ്ണസന്നിധാനത്തിലേക്ക് ചെല്ലുമ്പോൾ കൃഷ്ണനും ലക്ഷ്മി, അതാണ് ചിലയിടത്തിൽ മുതലവിടെ ഇരിക്കും. അന്നദാനം ചെയ്യൂ, കർമ്മങ്ങൾ ചെയ്യൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ. നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതല്ല, വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞതാ. ഇത് ഉറപ്പിക്കൂ കൃഷ്ണഭക്തന്മാര്. എന്തുണ്ട് ബാലൻസ്? ബാലൻസ് കൊടുത്തത് കയ്യിലുള്ളതല്ല, കൊടുത്തത് 0, കയ്യിലുള്ളത് എത്ര ആയതുമില്ല. മഹാലക്ഷ്മിയെ തടങ്കലിൽ വെക്കുക. ഈ മഹാലക്ഷ്മി നമ്മുടെ വീട്ടത്ത് മുറ്റടിച്ച് നമുക്ക് ചായ കൊടുന്നവരും എങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ നമ്മളോട് ഫ്രണ്ടല്ലേ? ഇത് രണ്ടും ഒന്നല്ലേ? ഈ ബുദ്ധി രാവണന് കിട്ടിയത് മോഡേൺ എഡ്യൂക്കേഷൻ. ഹിരണ്യകശിപുൻ മകനോട് പറഞ്ഞു, അച്ഛൻ പഠിച്ച യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതി, 3 പേപ്പർ എഴുതിയാൽ മതി. ഹിരണ്യായ നമ എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം അർത്ഥം കാമം 3 പേപ്പർ എഴുതിയാൽ മതി മോനെ, പഠിച്ചു വന്നാൽ മുതൽ വരാം. ഈ കുട്ടി 4 പേപ്പർ എഴുതണ യൂണിവേഴ്സിറ്റി പഠിക്കണം, അത്ര സ്കോപ്പില്ല. ധർമ്മം അർത്ഥം കാമം മോക്ഷം, ക്യാരക്ടർ എഡ്യൂക്കേഷൻ. അച്ഛൻ മുതൽ തലയണയാക്കി വെച്ച ആളാണ്. അച്ഛൻ മുതലുണ്ടാക്കി, ഇനി നിനക്ക് ഇരട്ടിപ്പിക്കാം. എളുപ്പത്തിൽ ഈ പോയിട്ട് ആ പരീക്ഷ പാസ്സായി വന്നാൽ അച്ഛൻ്റെ കൂടെ കയറാം. കുട്ടി പറയണം ഹിരണ്യായ നമ വേണ്ട, നാരായണായ നമ മതി. മോനെ അവിടെ കുറെ കൂടി കൂടുതൽ പഠിക്കേണ്ട. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും 4 പേപ്പർ എഴുതണം. മാത്രമല്ല ആ യൂണിവേഴ്സിറ്റിയിലെ കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചല്ല കാമം. കാമദേവൻ 2 ഉണ്ട്. കാമമില്ലാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കുകയില്ല. എല്ലാത്തിനും കാമമാണ്. ഇത് കേൾക്കുക എന്നുള്ള കാമമാണ്, പറയുക എന്നുള്ള കാമമാണ്, കർമ്മമാണ്. ആ കാമൻ ശിവശക്തിയുടെ അടുത്ത് കളിക്കാൻ ചെന്നപ്പോൾ ശിവൻ ഭസ്മാക്കി. നമ്മുടെ കാമത്തെ ശിവൻ ഭസ്മമാക്കി തരും, കളി വേണ്ട. അതേ സമയത്ത് പാർവതി സതിയായി അപർണ ഇല പോലും ഭക്ഷിക്കാതെ പാർവതി മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ശിവന് സന്തോഷമുണ്ടായി. ഭസ്മത്തിൽ നിന്നും പുനരുജ്ജീവിച്ച കാമദേവൻ നമ്മളെ അനുഗ്രഹിക്കും. ഇതൊക്കെ വേണമെന്നാ പറഞ്ഞത്. 2 കാമദേവനുണ്ട്. 2ാമത്തെ കാമദേവനാ നമുക്ക് വേണ്ടത്, ആദ്യത്തെയല്ല. തട്ടിപ്പും കൊണ്ട് ശിവന്റെ അടുത്ത് ചെല്ലരുത്. ശിവനാരാ? നമ്മുടെ ശിവശക്തി. അത് നഷ്ടപ്പെടുമ്പോഴാണ് ശവമാകുന്നത്. എല്ലാ രോഗത്തിന്റെ പിന്നിലും ഇത് ഉണ്ട്. അങ്ങനെ കൃഷ്ണനിലേക്ക് ഈ അവിലുമായിട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും കുചേലനാണ്. കൃഷ്ണനിലേക്ക് ഈ കരിഞ്ഞ മോഹങ്ങളുമായിട്ട് കൃഷ്ണനിൽ നിന്ന് തന്നെ വാങ്ങിയ കൃഷ്ണനുമായിട്ട് കടപ്പെട്ട ഒക്കെ കടപ്പാടുണ്ട്. ഇങ്ങോട്ട് തന്നതായി കൊടുക്കുന്നത്, തന്നത് കൊടുക്കാതിരിക്കുന്നതാണ് അബദ്ധം. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചോദിക്കാതെ കിട്ടി, അത് മടക്കി കൊടുക്കാൻ ചെല്ലുമ്പോൾ കൃഷ്ണൻ അതിൽ നിന്ന് ഒരു പിടി എടുക്കും. ഏതാണ് ആ പിടി? സത്വഗുണത്തെ ഉദ്ദീപിപ്പിച്ച ആ അംശത്തെ മാത്രമേ കൃഷ്ണൻ എടുക്കൂ. സത്വഗുണത്തെ. ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്താ എടുക്കുക? നെയ്യ് മാത്രം. സത്വഗുണത്തെ. ബാക്കിയൊന്നും അവിടെ അറിയണ്ട. ഞാൻ എത്ര പ്രമാണിയാന്ന് അറിയോ കൃഷ്ണ, അതൊന്നും അവിടെ കേൾക്കണ്ട. സാത്വിക ഭാവത്തെ ഉദ്ദീപിച്ച അത് മാത്രം കൃഷ്ണൻ കണ്ട് വരും. 2ാമത്തെ പിടി വാരിയാലോ? നമ്മുടെ രജോ ഗുണം കൂടി പോയാൽ മടങ്ങാൻ ആളുണ്ടാവില്ല.
ഇവിടെ ഞാൻ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സത്വഗുണം ഇവിടെ വിളമ്പി സ്വീകരിച്ചു. എൻ്റെ രജോ ഗുണം തമോ ഗുണമാണ് ബാക്കി ശരീരം, പിന്നെ പോകാൻ ആളുണ്ടാവില്ല. അതിനെ കഥാരൂപത്തിൽ പ്രതീകാത്മകമായിട്ട് മഹാലക്ഷ്മി വെച്ചപ്പോൾ മനസ്സിലാവാൻ വേണ്ടി സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടേ, ചെവിയുടെ ഭാര്യയാണ് കണ്ണെന്നൊക്കെ പറയില്ലേ, ഒട്ടും മനസ്സിലാവാതെ ഈ കണ്ണിൻ്റെ സഹോദരന ഇതെന്നൊക്കെ പറഞ്ഞ പോലെ ശരീരശാസ്ത്രത്തെ വ്യാസൻ, വാൽമീകി തുടങ്ങിയുള്ള അസാധാരണ പ്രതിഭാശാലികൾ രണ്ടാമത്തെ പിടിയും കൂടി ഭാര്യയുള്ള മുതലും കൂടി പോവേ. പിന്നെ മഹാലക്ഷ്മി കുചേലൻ്റെ വീട്ടിൽ പണിക്കാരത്തിയാവേണ്ടി വരുന്നൊക്കെ കഥയിൽ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ഈ സാത്വിക ഭാവത്തെ സ്വീകരിച്ചു. കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥ തന്നെയാണ് തിരിച്ചിടുന്നത്. കഥ എഴുത്തുകാർ ഒരു കഥ തന്നെ തിരിച്ചു മറിച്ചുവിടുക. ഒരേ കഥ വീണ്ടും കഥ വേണമല്ലോ എന്ന് പറയുമ്പോൾ തിരിച്ചും മറിച്ചും പേര് തിരിച്ചിടുന്ന പോലെ ഒക്കെ ഒന്ന് തന്നെ. ഒരു നിഴല് സൂര്യനോട് പറഞ്ഞു, എനിക്ക് സൂര്യനിൽ ലയിക്കണം. അപ്പം സൂര്യൻ പറഞ്ഞു, നിഴല് ആയ നിനക്ക് എന്നെ ലയിക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു വൃക്ഷം ഉണ്ടെങ്കിൽ തടസ്സ, ആ വൃക്ഷമില്ലെങ്കിൽ നിനക്ക് എന്നെ ലയിക്കാം. മായ കൊണ്ട് നമുക്ക് പല ഭ്രമവും ഉണ്ടാവും. ഞാൻ പറഞ്ഞു, പരമാത്മാവെ ഇതൊക്കെ അറിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഭാര്യയും ഭർത്താവല്ല എന്ന് അറിഞ്ഞാലും ഒരു സെക്കൻഡ് കൊണ്ട് മറന്നു മായാണ്. അപ്പോൾ പരമാത്മാവിനോട് പറയുകയാണ്, എന്താ ചെയ്യുക വിയാർനാഥ, സൃഷ്ടി ഉണ്ടോ മായ ഉണ്ടോ? ഇനി ഇതിൻ്റെ ഒരു 120 ദിവസം ഇവിടുന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യം എന്ത് ചെയ്തു ഋഷിമാർ? ഒരു കഥയാക്കി. മാളികപ്പുറത്തമ്മ പറഞ്ഞു, അയ്യപ്പൻ എന്നെ കല്യാണം കഴിക്കണം. അയ്യപ്പൻ പറഞ്ഞു, കന്നി അയ്യപ്പൻ ഉള്ളിടത്തോളം കാലം കല്യാണം കഴിക്കാൻ പറ്റില്ല. എത്ര നല്ല കഥയാണ്. അപ്പൊ കന്യായ്യപ്പൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഉണ്ടോ മായ ഉണ്ടോ? സൃഷ്ടി ഇല്ലാതെ വന്നാൽ മായയായ നമുക്ക് എന്നെ ലയിക്കാം. ഇത്രയും വലിയൊരു തത്വത്തെ ഒരു സത്സംഗത്തിൽ ഇരുന്ന് 2 or 3 ആള് അല്ലെങ്കിൽ 5 ആള്, ഹിമാലയത്തിലെ സത്സംഗത്തിലൊക്കെ 10 ആളേ ഉണ്ടാവുള്ളൂ, അവർക്ക് ഈ റിപ്പോർട്ട് കൊടുക്കാൻ കോടിക്കണക്കിന് ആളുകൾ മാളികപ്പുറത്തമ്മ വന്നു എന്നൊക്കെ കൊണ്ട് വല്ല പൈങ്കിളി സിനിമാ കഥ പോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇതിനെ സൂക്ഷ്മശാസ്ത്രം, നിഗൂഢം. ഇന്ന് എൻ്റെ സംസാരിക്കാനുള്ള സമയം അതിക്രമിക്കുക. കുചേലൻ്റെ അവിലിൻ്റെ ഒരു കഷ്ണത്തിലേക്ക് 1.25 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എങ്ങനെയപ്പോൾ ഇത് പറയുക 1.25 മണിക്കൂർ നിർത്തി. ഇനി ആ കൃഷ്ണൻ ഇരുന്ന ഇരിപ്പ്, ആ അവില് എന്താണ് കുചേലൻ, നമ്മുടെ ജീവിതത്തിൽ എന്താ, നമ്മുടെ നാഡികളും അതുമായിട്ട് എന്താ ബന്ധം? ഇത് അവസാനിപ്പിക്കുക പറയുകയാണ്, ഓരോ കഥയും നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധം. അതൊരു ഗുരുവിൽ നിന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. മഹിഷാസുരൻ്റെ കോലം കത്തിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ മുമ്പിലെ വൈക്കോക്കൊണ്ട കത്തിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ശങ്കരാചാര്യന് മുതൽക്ക് മുഴുവനെ പറഞ്ഞുള്ള ആചാര്യന്മാരും പറഞ്ഞത് അന്ധവിശ്വാസങ്ങളെ പറയൂ. ആരാ മഹിഷാസുരൻ? തമോ ഗുണം. ദേവിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ കല്യാണം കഴിക്കാമെന്ന്. ഇതിനർത്ഥം എന്താ? ദേവി മണ്ടത്ത. ഇന്നത്തെ പെൺകുട്ടികൾ യുദ്ധത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം തന്നേക്കാൾ ഗുണങ്ങൾ മറ്റാൾക്കുണ്ടാവണമെന്നാണ്. ഇങ്ങനെ ഓരോ കഥയുടെ പിന്നിലെത്തിയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വർഷങ്ങൾ വരും. കുചേലനെ കുറിച്ച് ഇനിയും നമുക്ക് കുറെ കൂടി പറയാനുണ്ട്. കൃഷ്ണൻ്റെ എത്രയോ ജന്മം, ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ പറയും, എത്രയോ ജന്മം ഇരുന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഒരു ചലനം നമുക്ക് അർത്ഥം പിടികിട്ടും. ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും സ്വാമിജിയോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ കോഴിക്കോട്ടേക്ക് മടങ്ങും. എല്ലാവർക്കും നമസ്കാരം.